കൂടുതൽ ആമുഖങ്ങളൊന്നും പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയത്തിലേക്ക് നേരെ ഇറങ്ങി വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിജ്റയുടെ പാഠങ്ങൾ. ഹിജ്റയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40ാമത്തെ വയസ്സ് മുതൽ 53ാമത്തെ വയസ്സ് വരെ ഉള്ള, അഥവാ 53ാമത്തെ വയസ്സിലാണല്ലോ ഹിജ്റ നടക്കുന്നത്. അപ്പോൾ ഈ 13 വർഷക്കാലത്തെ കാലയളവിൻ്റെ ഒരു ലളിതമായ ഒരു ഓഡിറ്റിംഗ്, അവലോകനം നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. ഒരു നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോയേ എന്തിനാ? സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോകേണ്ടി വരുന്നത് നല്ല മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെ ഒളിച്ചോടിപ്പോകും അവനവൻ്റെ നാട്ടിൽ നിന്ന്. അപ്പോൾ ഈ ഒളിച്ചോടിപ്പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു 13 വർഷക്കാലത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ചിത്രം നമുക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചക ദൗത്യം ലഭിച്ച തുടക്കഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിച്ചു, അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിങ്ങൾ പ്രബോധനം തുടങ്ങുക. അത് തുടങ്ങേണ്ടത് സ്വന്തക്കാരിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഒരു നല്ല സ്ഥലത്തേക്ക് ആളുകളെ വിളിക്കുമ്പോൾ, നല്ല ഒരു ആശയത്തിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ നമ്മുടെ പുരയിൽ തന്നെ തുടങ്ങണ്ടേ? പുറമക്കാരെ പോയി വിളിക്കുമ്പോൾ പുറമക്കാർക്ക് സംശയം, അല്ല ഇതിത്ര നല്ല കാര്യമാണെങ്കിൽ മൂപ്പരെ പെണ്ണുങ്ങളോട് എന്തേ പറഞ്ഞ്, ഇതിത്ര വലിയ മുന്തിയ കാര്യമാണെങ്കിൽ മൂപ്പരെ മക്കളോട് മൂപ്പര് പറഞ്ഞില്ലല്ലോ, മൂപ്പര് നമ്മളെ നന്നാക്കാൻ നടക്കുക എന്ന് ചിന്തിക്കും. അതതിൻ്റെ സൈക്കോളജിയാണ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം വിളമ്പുമ്പോൾ, വലിയ തട്ടിൽ നിന്ന് ഭക്ഷണം വിളമ്പുമ്പോൾ ആദ്യം നമ്മളെ പ്ലേറ്റ് കൊന്നിടും. കാരണം ഈ ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ഭക്ഷണമാണ്, ഇത് ഞങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണമാണ്, ഇത് നിങ്ങൾക്കും കഴിക്കാം. അത് അവർക്കൊരു ധൈര്യമാണ്. മറ്റേത് നിങ്ങൾ നിന്നോളി തന്നെ ഓൽക്ക് കൊടുക്കുമ്പോൾ ഈ ഭക്ഷണത്തിൽ എന്താ നിങ്ങൾ കഴിക്കാത്തത്? അപ്പം പേടി തീർത്തു കൊടുക്കണം. അല്ലാഹു തആല പറഞ്ഞു, അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ നിങ്ങളുടെ തൊട്ടടുത്ത കുടുംബക്കാരോട് പോയിട്ട് പറയണം ആദ്യം. ഈ സന്ദേശം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഉടനെ തന്നെ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, വാ സ്വബാഹ എന്ന് പറഞ്ഞ മണ്ടി വരുമോ? മലയാളത്തിൽ പറഞ്ഞാൽ ഉറക്കനെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ആളുകളെല്ലാം കൂടി. പ്രവാചക തിരുമേനിയുടെ അടുത്ത കുടുംബക്കാരെല്ലാവരും അവിടെ കൂടിയപ്പോൾ അവരോട് റസൂൽ പറഞ്ഞു, അറഅയ്തും ഇൻ അഖ്ബർതുകും അന്ന ഖൈലൻ മിൻ സഫഹി ഹാദൽ ജബലി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ. ഈ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലൂടെ മറുഭാഗത്ത് നിന്ന് ഒരു സൈനിക വ്യൂഹം നിങ്ങളെ കടന്നാക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഒറ്റ ചോദ്യം. ഇതൊക്കെ സൈക്കോളജിക്കലാണ്. അപ്പം അതിൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് പ്രവാചകൻ അറിയണം. ഞാൻ സത്യം പറയുന്നവനാണോ അതല്ല കളവ് പറയുന്നവനാണോ എന്ന് അവരോട് ആദ്യം തന്നെ പറയിപ്പിക്കണം. എന്നിട്ട് വേണം അള്ളാഹിനെ കുറിച്ച് പറയാൻ. അപ്പം നമ്പറാണ്, ആ സൈക്കോളജിയാണ് പ്രവാചകൻ പ്രയോഗിക്കുന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അവർ എല്ലാവരും പറഞ്ഞു, ഖാലൂ നഅം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ. കാരണം എന്താ? ഇക്കാലം വരെ 40 കൊല്ലക്കാലമായിട്ട് നിങ്ങളുടെ കൂടെ കളിച്ചു നടന്ന, നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച, നിങ്ങളുടെ കൂടെ കുടുംബജീവിതം പങ്കിട്ട ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ ഈ കാലം വരെ നിങ്ങളിൽ നിന്ന് കളവായ ഒന്ന് ഞങ്ങൾക്ക് അനുഭവമുണ്ടായിട്ടില്ല. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. ശരി, ഞാൻ സത്യം മാത്രം പറയുന്ന ആളാണ് എന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക്
നിങ്ങളെ കൊണ്ട് ഞാനത് സമ്മതിപ്പിച്ചത് കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നി നദീറുൻ ബൈന യദൈകും മിൻ അദാബിൻ ശദീദ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് കഠോരമായ നരകശിക്ഷയെ തൊട്ട് മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ്. ആണോ? ആദ്യം പറഞ്ഞത് നരകാണ്. പ്രബോധനത്തിൻ്റെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കം നരകം കൊണ്ടാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് വൈക്ക് വഴി കടന്നു വരും. ഇന്നി നദീറുൻ ലക്കും മിൻ അദാബിൻ ശദീദ്. കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യാൻ, മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന അബൂലഹബ് പറഞ്ഞു, മാ ജമാഅത്തന ഇല്ലാ ലിഹാദ. ഈ മാതിരി ഭ്രാന്ത് പറയാനാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? മൂത്താപ്പയായ അബൂലഹബ് പറഞ്ഞു. സ്വന്തം പിതൃവ്യനായ അബൂലഹബ് പ്രതികരിച്ചു, നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് നാട്ടുകാരടയിൽ വന്നിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരി, പള്ളിക്ക് വരി, അല്ലെങ്കിൽ കള്ളത്തരം പറയരുത്, ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മളെ ബേക്കെന്ന് നമ്മളെ ബാപ്പ പറയാം, എൻ്റെ മകൻ നിങ്ങൾ വിശ്വസിക്കേണ്ട, ഓൻ ഭ്രാന്തനാ, എൻ്റെ മോൻ ഭ്രാന്തനാണ്, ഓൻ പറയുന്നത് കേട്ടോ ഓൻ്റെ പിന്നാലെ കൂടി ഞങ്ങളെല്ലാം കുതിരവട്ടത്തേക്ക് എത്തും എന്ന് എൻ്റെ ബേക്കെന്ന് എൻ്റെ വാപ്പ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? എൻ്റെ വാക്കിന് വല്ല വില ഉണ്ടാവും? ഞാൻ ആരായി? അബൂലഹബ് പാര വെച്ചു. ഇസ്ലാമിക ദഅവത്തിന് ആദ്യമായിട്ട് പാര പണിതത് സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം ബാപ്പയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തി. മൂത്താപ്പ അമ്മുറജുലി സിൻഉ അബീഹി. ബാപ്പൻ്റെ ജ്യേഷ്ഠനും ബാപ്പൻ്റെ അനിയനും ബാപ്പയുടെ സ്ഥാനത്താണ് എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ആ ബാപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നയാൾ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതിനു വേണ്ടി അവിടെ കൂട്ടിയത് ഞങ്ങളെ. അതോടുകൂടി അബൂലഹബിൻ്റെ കാറ്റുപോയി. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന സൂറത്ത് അവതരിച്ചു. ആ സൂറത്ത് അവതരിച്ചത് ഈ പ്രയോഗം നടത്തിയ ഉടനെയാണോ അല്ലേ, അതിലൊക്കെ പണ്ഡിതന്മാർക്ക് ചില തർക്കമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയുടെ ഒക്കെ റിപ്പോർട്ടിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് അബൂലഹബ് ഇത് പറഞ്ഞ ഉടനെ തന്നെ ഫനസലത് തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, ഇത് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചു എന്നാണ് ബുഖാരിയിൽ നിന്ന് പെട്ടെന്ന് തോന്നും. എന്നാൽ ദീർഘദീർഘുകളായ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ആ ആയത്ത് അപ്പം തന്നെ ഇറങ്ങിയിട്ടൊന്നുമില്ല, അത് പിന്നീട് ഇറങ്ങിയത്. എങ്കിലും ആ സൂറത്ത് ഇറങ്ങി. പരിശുദ്ധ ഖുർആനിൽ ഈ സമുദായത്തിൽപ്പെട്ട പേരെടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു വിമർശിച്ച ഒരേ ഒരു വ്യക്തി അബൂലഹബാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്ന് അള്ളാഹു പേര് പറഞ്ഞുകൊണ്ട്, അതും നേർക്ക് നേരെ ഓൻ്റെ വാപ്പയിട്ട പേരല്ല, പിന്നെ നാട്ടുകാർ അവനെ വിളിക്കുന്ന പേര്. വാപ്പ ഇട്ട പേര് അബ്ദുൽ ഉസ്സ എന്നാണ്, വിഗ്രഹത്തിൻ്റെ അടിമ. ഉസ്സ എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ അടിമ എന്നാണ് അവൻ്റെ പേര്. ആ പേര് അള്ളാഹു ഉപയോഗിച്ചില്ല, കാരണം വിഗ്രഹത്തിന് അടിമകളില്ല. വിഗ്രഹത്തിൻ്റെ അടിമ എന്ന അവൻ്റെ പേര് പ്രയോഗിച്ചാൽ അതൊരു മൗനം സമ്മതം കൊടുക്കലാകും. അതുകൊണ്ട് ആ പേര് ഉപയോഗിക്കണ്ട, മൗനം സമ്മതം പോലും കൊടുക്കാൻ പാടില്ല. നാട്ടുകാർ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അബൂലഹബ്. ഭയങ്കര ചൊറുക്കുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, ഭയങ്കര ചൊങ്കുള്ളവൻ, മുഖലാവണ്യമുള്ളവൻ. ലഹബ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിമിങ്, തിളങ്ങുന്ന മുഖമുള്ളവൻ. ആ പ്രയോഗം ഖുർആൻ നടത്തി. അത് നടത്താൻ വേറെയും കാരണമുണ്ട്. കാരണം കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് പോകുന്ന മുഖമാണ് അത്. അവൻ്റെ മുഖത്ത് കാണുന്ന ആ പ്രകാശം നരകത്തിലെ തീയിൻ്റെ പ്രകാശമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സയസ്ലാ നാറൻ ദാത ലഹബ്. ഈ സമുദായത്തിലെ ആദ്യത്തെ ഒരേ ഒരു വ്യക്തി ഖുർആൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും ഖിയാമത്ത് നാൾ വരെ ഈ സമുദായം അത് പാരായണം ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഈ പ്രബോധന ദൗത്യത്തിന് അള്ളു വച്ചവൻ, ആദ്യമായി ചെയ്തവൻ, സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ തിരിഞ്ഞില്ലേ, വിശ്വസിക്കുകയില്ല അവൻ. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. കാരണവും പറഞ്ഞു ഖുർആൻ, അതിൻ്റെ കാരണവും പറഞ്ഞു. വിശ്വസിക്കാത്തത് മുഹമ്മദ് നബി സത്യസന്ധനാണോ അല്ലേ എന്ന സംശയത്തിൻ്റെ പേരിലല്ല, മുഹമ്മദ് നബി അദ്ദേഹത്തെ ആക്രമിച്ചതിൻ്റെ പേരിലല്ല, അദ്ദേഹത്തെ അപമാനിച്ചതിൻ്റെ പേരിലല്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ്? അബൂലഹബിന് കുടുങ്ങിയ പ്രശ്നം എന്താണെന്നറിയോ? മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബിന് കുടുങ്ങിയ തകരാറ്, വയസ്സ് 19 ആയില്ലേ,
നേർച്ചപ്പെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കാലുമ്മക്കാല് വെച്ച് ഇരിക്കുകയാണ്. മക്കയിലെ തറവാടിയാണ് എന്നാ പറയുന്നത്, പരിശുദ്ധ കാബയുടെ മുത്തവല്ലിയാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ മുഹമ്മദിൻ്റെ വേക്ക് പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പിന്നെന്തൊക്കെ പറയാമെന്നറിയില്ല. മുത്തവല്ലി സ്ഥാനം രാജിവെക്കണം എന്ന് പറയും. നേർച്ചപ്പെട്ടിൻ്റെ ഉള്ളിലുള്ള പൈസ എടുത്ത് നാട്ടുകാർക്ക് വിതരണം ചെയ്യുമെന്ന് പറയും. അങ്ങനെ പലതും പറയും. അങ്ങനെ മുഹമ്മദിൻ്റെ വേക്കിൽ പോയാൽ ഞാൻ ആരാവും? ഞാനൊരു സാധാരണ പൗരനാകും. അതിപ്പോൾ ഈ 75 വയസ്സായ ഞാനൊരു സാധാരണ പൗരനായി ജീവിക്കേ പറ്റൂല. ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. 60 വയസ്സ് കഴിഞ്ഞാലാണ് എല്ലാവിധ അസുഖങ്ങളും വരിക. കിഡ്നിക്ക് മാത്രമല്ല, ലിവറിൻ്റെ തകരാറ് വരെ 60 വയസ്സ് കഴിയുമ്പോൾ ഒക്കെ തുടങ്ങുന്നതാണ്. ചെറുപ്പക്കാർക്ക് അങ്ങനത്തെ അസുഖമൊന്നും ഉണ്ടാവില്ല. ചെറുപ്പക്കാർ നല്ല ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിൻ്റെ ആരോഗ്യമുള്ളവരാണ് ചെറുപ്പക്കാർ. ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരും. അപ്പം അബൂലഹബ് ഇങ്ങനെ മുട്ടുംകാലിന് തേയ്മാനുണ്ട്, ഹൃദയത്തിനും തേയ്മാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ദുന്യാവെല്ലാം കൂടി വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ലാതെ ആകുമെന്ന പേടി അബൂലഹബിനുണ്ടായി. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, നീ എന്തിനെയാ പേടിച്ചത്? സമ്പത്ത് നഷ്ടപ്പെടുമെന്നല്ലേ പേടിച്ചത്? എന്നാൽ ആ സമ്പത്തിൻ്റെ അവസ്ഥ കേൾക്കണോ? മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. സമ്പാദിച്ച സമ്പത്തൊന്നും ഒരു ഉപകാരം ചെയ്യില്ല, സന്താനങ്ങളും ഉപകാരം ചെയ്യുകയില്ല. തടിമാടന്മാരായ കുറെ ഗുണ്ടകൾ നിന്റെ മക്കളിലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ഉപകാരവും ചെയ്യില്ല. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആശയങ്ങൾ. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. ഒരു ഉപകാരം ചെയ്യില്ല. അതുകൊണ്ട് നേതൃസ്ഥാനം, പ്രമാണിത്വം, അതുപോലെ നാട്ടിലെ വലുപ്പം, ഇതൊക്കെ പേടിച്ചിട്ടാണ് നിങ്ങൾ ആദർശത്തിലേക്ക് വരാൻ വിസമ്മതിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ നരകത്തിലേക്കുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അബൂലഹബ് നന്നാവൂല എന്നല്ല പറഞ്ഞില്ലേ? നന്നാവൂല എന്നല്ല പറഞ്ഞു, ഖുർആനിലാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് മുഹമ്മദ് നബി ലൈവായിട്ട് ഓതി കൊടുക്കാണ് നാട്ടുകാർക്ക്. ദാ അള്ളാഹ് പറഞ്ഞു, ഇയാൾ നന്നാവൂല, ഇയാൾ നരകത്തിൻ്റെ വറകാണ്. എന്നാ സഹോദരന്മാരെ, ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൊടുക്കുന്നതല്ല എന്ന്, ഈ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി കള്ളത്തരം പറഞ്ഞ് കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് നാട്ടുകാരെ മുമ്പിൽ വെളിപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു അവസരം അബൂലഹബിന് കിട്ടിയില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഓടുന്നുണ്ടോ? ഖുർആൻ തുരുപ്പ് ചീട്ടാണ്, പാളക്കിതാബാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഏറ്റവും നല്ല അവസരം കിട്ടി. എന്താണ് മുഹമ്മദ് നബി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ മുസ്ലിം ആവൂലാന്ന്. ഞാൻ മുസ്ലിം ആവുകയാണ്. അബൂലഹബ് മുസ്ലിം ആയാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ചിന്തിക്ക്. അബൂലഹബ് എങ്ങാനും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധ ഖുർആന്റെ കാറ്റുപോയി. അതല്ലേ സംഭവിക്കുക? ഈ സൂക്തം ഇറങ്ങിയിട്ട് പിന്നെയും വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട് അബൂലഹബ്. ചില പണ്ഡിതന്മാർ പറയുന്നു 10 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് എന്ന്. ഇനി 10 ഒന്നുമില്ലെങ്കിലും ഒരു 4-5 കൊല്ലം എന്തായിരുന്നാലും അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന സൂക്തം പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അബൂലഹബിന്റെ മനസ്സ് വൃത്തികെട്ട മനസ്സാണ്. കിഡ്നിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, ലിവർ അടിച്ചു പോയിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചം കടക്കൂല. അള്ളാഹ് പറഞ്ഞതാ വെളിച്ചം കടക്കൂല. പിന്നെ എങ്ങനെ വെളിച്ചം കടക്കുക? വെളിച്ചം കടന്നിരുന്നുവെങ്കിൽ ഖുർആൻ വെള്ളത്തിലായി. ഖുർആനിന്റെ അമാനുഷികതയാണ്. നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അബൂലഹബിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അന്തിർ അഷീറത്തൊക്കെ അഖ്റബീൻ എന്ന സന്ദേശം കിട്ടിയപ്പോൾ എല്ലാവരും വിളിച്ചും പറഞ്ഞു. മൊത്തം ഖുറൈശികളെ വിളിച്ച് ആദ്യം പറഞ്ഞു, യാ ബനി അബ്ദി മനാഫ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി കാബ് ബിൻ ലുഐ, യാ ബനി മുറത്ത് ബിൻ കാബ്. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്തറു അൻഫുസക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ തടി കാത്തുകൊള്ളണം. ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വന്തം ശരീരത്തിന്റെ ഭാഗമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫാത്തിമത്തു അൻഖിബി നഫ്സകി മിനന്നാർ വ ഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. നീ നരകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് എന്ന പാസ്വേഡ് നിന്റെ കയ്യിലില്ലാത്ത കാലത്തോളം എനിക്ക് ഇടപെടാൻ കഴിയില്ല. ഫാത്തിമയെ വിളിച്ചു പറഞ്ഞു, എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ഇതായിരുന്നു ആ ഘട്ടം.
ആ ഘട്ടത്തിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു, സ്വന്തം ഭാര്യ ഖദീജ വന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു. അവരൊക്കെ വന്നു. കുറച്ചാളുകൾ വന്നു. അബൂ ത്വാലിബ് വന്നില്ല. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുപോലെ നോക്കിയ മനുഷ്യനാണ്, ജീവനേക്കാൾ സ്നേഹിച്ച മനുഷ്യനാണ്. അബൂ ത്വാലിബ് ശിഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലയോര പ്രദേശത്ത്, മലയുടെ താഴ്വാരത്തിൽ ബനൂ ഹാഷിമിന് ഉപരോധം ഏർപ്പെടുത്ത ഒരു സമയം ഉണ്ടായിരുന്നു. ബനൂ ഹാഷിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർ. അവർ മുഴുവനും ഖുറൈശികളാൽ ബഹിഷ്കൃതരായി ഒരു പ്രത്യേക സ്ഥലത്ത് പോയി താമസിക്കുന്ന സമയം. അത് ഏകദേശം പ്രവാചകത്വത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ. ആ കാലത്ത് അബൂ താലിബ് രാത്രി കിടന്നുറങ്ങുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിനോട് പറയും, മോനെ ഞാൻ കിടക്കുന്ന പായയിൽ വന്ന് കിടന്നാൽ മതി, നീ കിടക്കുന്ന പായയിൽ ഞാൻ കിടക്കും, ഞാൻ കിടക്കുന്ന പായയിൽ നീയും കിടക്കണം. എന്തിനാണെന്നറിയോ? എങ്ങാനും രാത്രിയുടെ ഇരുട്ടിൻ്റെ ഇടയിലൂടെ ഏതെങ്കിലും ശത്രുക്കൾ വന്നിട്ട് കൊല്ലാൻ വേണ്ടി ചാടുമ്പോൾ നീ കിടക്കുന്ന ബെഡിലാണല്ലോ നീ ഉണ്ടാവുക എന്ന് കരുതിയിട്ട് കൊല്ലുമ്പോൾ എന്നെ കൊന്നോട്ടെ, മുഹമ്മദാണ് എന്ന് വിചാരിച്ച് അവർ കൊല്ലുമ്പോൾ എന്നെയല്ല കൊല്ലാം, സാരല്ല, എന്നാൽ നീ രക്ഷപ്പെടണം, അതുകൊണ്ട് എൻ്റെ പായിൽ നീ കിടക്കണമെന്ന് പറഞ്ഞ് അത്രത്തോളം ശ്രദ്ധിച്ച അബൂ താലിബിനോടും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സംഗതി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, പക്ഷേ നരകത്തുനിന്ന് നിങ്ങളെ കരകയറ്റാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ടത് ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂ താലിബ് സ്വീകരിച്ചില്ല. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയം, ചുരുക്കി പറയണം, മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് അബൂ താലിബിൻ്റെ അടുത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി കടന്നു ചെന്നു. ആ സമയത്ത് അവിടെ അബൂജഹൽ ഉൾപ്പെടെയുള്ള 2 പേർ ഖുറൈശി പ്രമുഖരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഖുൽ കലിമത്തൻ യാ അമ്മു, ഖുൽ കലിമത്തൻ വഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, ഒരു വാക്ക് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് എന്നൊരു വാക്ക് പറയണം. അത് നിങ്ങൾ പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നിസ്കരിക്കാനോ നോമ്പോൽക്കാനോ ഏതായാലും കഴിയൂല. അതിൻ്റെ പേരിൽ അള്ളാഹു തആല നിങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ഇടപെടാൻ കഴിയും. പക്ഷേ ഈ പാസ്വേഡ് ഇല്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള വകുപ്പില്ല, അതുകൊണ്ട് ഇത് പറയണം. അപ്പോൾ അബൂ താലിബ് ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ നോക്കി. കാരണം 2 ആൾക്കാർ അപ്പുറത്തും നിൽക്കുന്നുണ്ട് അല്ലേ. അവരാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതർഗബു അൻ മില്ലത്തി ആബായിക, ഈ മരിക്കാൻ കിടക്കുന്ന നേരത്ത് നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ മതം കൈയൊഴിഞ്ഞുകൊണ്ട് പേടിച്ച് വരണ്ടുകൊണ്ട് മുഹമ്മദിൻ്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ ചേരാനാണോ നിങ്ങളെ പരിപാടി എന്ന് അബൂജഹൽ ചോദിച്ചു. അബൂ താലിബ് പേടിച്ചതല്ല, അഭിമാനം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചു പോയി. വ്യാമോഹം, എന്താ ഇതിന് പറയാം, ഇല്ലാത്ത വെപ്രാളം, ഇല്ലാത്ത ബേജാറ്. ഞാൻ പറഞ്ഞല്ലോ 70, 75, 80 വയസ്സായാൽ ഉണ്ടാകുന്ന രോഗമാണെന്ത്? ഇല്ലാത്ത പ്രമാണിത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന പേടി. ചെറുപ്പക്കാർക്ക് അതുണ്ടാവില്ല. ചെറുപ്പക്കാരെടുത്തു ചാടും. സത്യമാണോ അല്ലേ എന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ ചെറുപ്പക്കാർക്ക്, അവരെടുത്തു ചാടും. വയസ്സന്മാരങ്ങനല്ല. ലാ യസാലു റജുലു യക്ബുർ വയക്ബുറു മഅഹു അംറാൻ, മനുഷ്യൻ വലുതായിക്കൊണ്ടേയിരിക്കും, മനുഷ്യൻ പ്രായമായിക്കൊണ്ടേയിരിക്കും, വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ വയക്ബുറു മഅഹു ഇസ്നാൻ, അവൻ്റെ കൂടെ 2 സംഗതികൾ യുവത്വത്തിൽ തന്നെയാണുള്ളത്. മനുഷ്യൻ വയസ്സായി തകർന്ന് തരിപ്പണമായിക്കൊണ്ടേയിരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ 2 സംഗതികൾ യുവത്വം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വയസ്സാകുന്നില്ല, ശരീരത്തിനാണ് വയസ്സാകുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലൊരു സംഗതിയുണ്ട്, 2 സംഗതികൾ. അത് പ്രായം അതിനെ ബാധിക്കുന്നില്ല, അത് സ്ട്രോങ് കൂടിക്കൂടി വരിക. എന്താണത്? ഹുബ്ബുൽ മാലി വതൂലുൽ അമൽ, പണം, അതുപോലെ അത്യാഗ്രഹങ്ങൾ. നമ്മൾ പരിശോധിച്ച് നോക്കി, നമ്മളെ നാട്ടിൽ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പോലും സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് മൂപ്പര മനസ്സിലുള്ള വെപ്രാളം എന്തൊക്കെയാണ്? അതൊക്കെ പറഞ്ഞാൽ നമ്മളെ ഹിജറ വെള്ളത്തിലാവും. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പോലും സ്വന്തം ചോരയിൽ പിറന്ന മക്കളിൽ ഒരുവന് സ്വത്ത് വേണ്ട, ഒരുവന് സ്വത്ത് കൊടുക്കണം അല്ലേ? കെട്ടിയ ഭാര്യയ്ക്ക് സ്വത്ത് ഇല്ല, ഇക്കാലം വരെ നോക്കിക്കൊണ്ട് നടന്ന പെണ്ണിന് സ്വത്ത് ഇല്ല, അവളുടെ സമ്പത്ത് മുഴുവനും ഇയാള് ചെലവഴിച്ചു, സ്ത്രീധനം വാങ്ങിയത് പുട്ടടിച്ചു, പെണ്ണിന്റെ പണം കടമെടുത്തിട്ട് വീടുണ്ടാക്കി. അത് കടമാണ്, തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ടല്ല, കൊടുക്കണ്ടെന്ന് തന്നെ. ഓളത് കഴിഞ്ഞില്ലേ, ചണ്ടിയായി.
സ്വന്തം മക്കളിൽ മുതിർന്ന മക്കൾക്കില്ല. മുതിർന്ന മക്കളതൊക്കെ ചെറുപ്പത്തിൽ കിട്ടിപ്പോയില്ലേ. ഓല് ഗൾഫിലൊക്കെ പോയി, പിന്നെ ഓൽക്ക് സ്വന്തം കുടുംബങ്ങളൊക്കെ ആയപ്പോൾ ഓല് വേറെ പോയപ്പോൾ ബാപ്പക്ക് ഓരോട് താല്പര്യമില്ല. പിന്നെ ചെറിയ കുട്ടികളുണ്ട്, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ അവസാനം കയറിയൊന്നോനാ. ഇവിടെ സദസ്സിൽ ഇളയ കുട്ടികളുണ്ടാവട്ടെ, ഞാൻ ഓരോന്നല്ല ഇപ്പം പറയുന്നത്, നാട്ടിൽ നടക്കുന്നതാണ്. ഇളയ കുട്ടി അവസാനം വന്നതാ. അപ്പം നോക്കുമ്പോൾ ബാപ്പൻ്റെ സ്നേഹം മുഴുവൻ ഇളയ കുട്ടിക്ക്. മരിക്കാൻ കിടക്കുന്ന വാപ്പ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് മുതിർന്നവനില്ല, രണ്ടാമത്തവനില്ല, മൂന്നാമത്തവനില്ല, എന്തില്ലാത്ത ഒന്നും ഉണ്ടായിട്ടല്ല, അവസാനത്തവൻ്റെ പേരിൽ പുരയും പറമ്പും എല്ലാം എഴുതി വെച്ച് കൊടുത്തു. തൗബ ചെയ്ത് മരിക്കേണ്ട മനുഷ്യൻ തൗബ ചെയ്യേണ്ടത് മരിക്കണ സമയത്താണ്, ഏറ്റവും ചുരുങ്ങിയത്. അതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം. പക്ഷേ മരിക്കണ സമയത്ത്, തൗബ ചെയ്യേണ്ട സമയത്ത് പോലും ഈ മനുഷ്യൻ്റെ ചിന്ത എന്താ? സ്വത്ത് എങ്ങനെ ഓരിക്കണം എന്നുള്ള. സ്വത്ത് ഓരിക്കണ കാര്യം അള്ള ഏറ്റ കാര്യമാണ്. ഇയാളെ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാമായിരുന്നു ആരോഗ്യമുള്ള കാലത്ത്, അതാണ്ട് ചെയ്തതുമില്ല. 10 ഏക്കർ ഭൂമിയുള്ള ആള്, 10 ഏക്കർ ഭൂമിയുള്ള 90 വയസ്സായ മനുഷ്യൻ ഒരു 2 ഏക്കർ മുറിച്ചിട്ട് മക്കൾക്ക് വന്നാട് കൊടുത്താൽ ഓൽക്ക് ഹജ്ജിനും ഉംറക്കൊക്കെ പോകാം, ഓൽക്ക് കുട്ടികളെ കൊണ്ട് കല്യാണം ഉണ്ടാക്കാം, വീട് പണിയാം. അതൊന്നും ബുദ്ധിയിൽ ഉദിക്കൂല. ആ 10 ഏക്കർ ഭൂമി അവിടെ തന്നെ പൂത്തരിച്ച് നിൽക്കും. മക്കൾക്ക് 75 വയസ്സായിട്ടുണ്ട്. മക്കള് കാബ കണ്ടിട്ടില്ല, മദീന കണ്ടിട്ടില്ല. വാപ്പ 5ഉം 6ഉം പട്ട ഹജ്ജിന് പോയിന് ഉംറയും ചെയ്തന്. എന്നാൽ ഈ വാപ്പക്ക് എൻ്റെ പൗതി സ്വത്തെടുത്തിട്ട് എൻ്റെ മക്ക കണ്ടു കൊടുത്താൽ ഏറ്റവും വലിയ സ്വതക്കയാണത്. കൊടുക്കൂല. 10 ഏക്കർ അതവിടെ കിടന്നോട്ടെ, ഞാൻ മരിച്ചിട്ട് ഓലും എടുത്തോളും. ഇതൊക്കെ സാമ്പത്തികം പറയുമ്പോൾ പറയേണ്ടത്. എനിക്കിപ്പോൾ എൻ്റെ നമ്മൾ വിഷാദമല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പറയാനും പറ്റൂലല്ലോ. 5 പൈസൻ്റെ കൂലി അള്ള കൊടുക്കൂല. കാരണം നിങ്ങളെ സ്വത്ത് അനന്തരം എടുക്കുന്ന അള്ള കൊടുക്കുന്നതാണ്, നിങ്ങൾ കൊടുക്കുന്നതല്ല. ജീവനുള്ള സമയത്ത് 5 ഏക്കർ ഭൂമി നിങ്ങളെ മക്കൾക്ക് പള്ളിക്ക് ചോദിച്ചിട്ടില്ല, പള്ളിക്ക് മദ്രസക്കല്ല, നിങ്ങളെ മക്കൾക്ക് 5 ഏക്കർ ഭൂമി സ്വതക്കയായി നിങ്ങളെന്തേ കൊടുക്കാഞ്ഞത്? നിങ്ങൾക്ക് ആർത്തിപ്പണ്ടാറാണ്. കാരണം ഇനി ഒരു 100 കൊല്ലം കൂടി ജീവിക്കുമെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ 90 ഒരു 100 കൊല്ലം കൂടി കിട്ടിയാലോ? നൂഹ് നബി 950 കൊല്ലം ജീവിച്ചിരുന്നാണല്ലോ. ഇങ്ങനെ മനുഷ്യൻ പ്രായം ചെല്ലുമ്പോൾ വെളിച്ചം സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അതപ്പതിക്കും. ശ്രദ്ധിക്കുക, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെറുപ്പക്കാരങ്ങനെയല്ല. ചെറുപ്പക്കാർക്ക് 500 റുപ്യ പണി കിട്ടിയാൽ ഓലത് ഹോട്ടലിൽ അന്ന് തന്നെ കൊണ്ടുകൊടുക്കും. അത് നല്ലതാണോ ചീത്ത വേറെ വിഷയം. ചെറുപ്പക്കാർക്ക് അധികാരമോഹവും സ്ഥാനമോഹവും ഒന്നും ബെല്ലാണ്ട് തടിക്ക് പിടിച്ചിട്ടുണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ചെറുപ്പക്കാരങ്ങനെ പൊക്കല്ല, പക്ഷെ ചെറുപ്പക്കാരിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ട്, അത് ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ റസൂലിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹിജ്റയുടെ പാഠം മുഴുവനും അതാണ്. പ്രാസ്ഥാനിക രംഗത്ത്, ഇസ്ലാമിക സംഘാടന രംഗത്തിൽ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചെറുപ്പക്കാരെയാണ്. വയസ്സന്മാരെ വിട്ടേക്ക്, വെറുതെ സമയം നഷ്ടപ്പെടുത്താണ്. അവർ നന്നായിക്കോട്ടെ, നന്നാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ സമയം കളയരുത്. പ്രിയോറിറ്റി ലിസ്റ്റുകളുണ്ട് എല്ലാ വിഷയത്തിലും. അബൂ താലിബിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു കലിമ പറഞ്ഞാൽ മതി. ഇക്കാലം വരെ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, ഇക്കാലം വരെ നിങ്ങൾ നോമ്പെടുത്തിട്ടില്ല, ഇക്കാലം വരെ നിങ്ങൾ വിഗ്രഹാരാധകനാണ്, അബൂജഹലിൻ്റെ ആളാണ്, അബൂലഹബിൻ്റെ ആളാണ്. പക്ഷെ മരിക്കുമ്പോൾ നിങ്ങളൊരു കലിമ പറയണം. എന്നെ നോക്കിയ മനുഷ്യനല്ലേ, എന്നെ പൊന്നുപോലെ സ്നേഹിച്ച മനുഷ്യനല്ലേ, അതുകൊണ്ട് നിങ്ങളൊരു കലിമ പറയണം. പറഞ്ഞില്ല. അമൂത്തു അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അഭിമാനമാണ് വലുത്, സ്വർഗമല്ല, നരകപ്പേടിയല്ല. അതുകൊണ്ട് അമൂത്തു അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ ഞാൻ മരിക്കുന്നു എന്ന് അബൂജഹലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അബൂലഹബ് പറഞ്ഞു. കാറ്റുപോയി. അള്ളാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു നബിയോട്, നബിയെ, ഹൽ നഫഅത അബാ ത്വാലിബിൻ ബിശൈഇൻ ഇന്നഹു കാന യഹൂതുക വയഗ്ളബു ലക. നബിയെ, നിങ്ങളെ പിതൃവ്യൻ എൻ്റെ സഹോദരൻ അബൂ താലിബിന് നിങ്ങൾ വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം നിങ്ങളെ സംരക്ഷിക്കുന്ന ആളായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്ന ആളായിരുന്നു, എതിരാളികളുടെ മുമ്പിൽ നിങ്ങളെ സംരക്ഷിച്ച മനുഷ്യനായിരുന്നു അബൂ താലിബ്. നിങ്ങൾ വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അറിയാൻ വേണ്ടി. പരലോകത്ത് നടക്കുന്ന കാര്യമാണ്. കമ്പി സന്ദേശത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൗല അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. എൻ്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നരകത്തിൻ്റെ ഏറ്റവും അടിയിലായിരിക്കും അബൂ താലിബിൻ്റെ സ്ഥാനം. പക്ഷെ ഞാൻ ഇടപെട്ടു. പക്ഷെ എനിക്ക് ഇടപെടാൻ പരിധിയുണ്ട്. നരകത്തുനിന്ന് പിടിച്ച് പുറത്താക്കാനുള്ള പെർമിറ്റില്ല, അതിനൊരു പ്രവാചകനും പെർമിറ്റില്ല, കാരണം പാസ്വേഡ് ഇല്ല. അപ്പം എനിക്ക് ഇടപെടാനുള്ളൊരു ലിമിറ്റും ഉണ്ട്. എന്താ? അടിയിന്ന് പിടിച്ചിട്ട് മുകളിലേക്ക് കയറ്റി. വഹുവ ഫി ലഹ്ലാഹിൻ മിനന്നാർ. നരകത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നു. ലൗല അന ലകാന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഞാനില്ലായിരുന്നുവെങ്കിൽ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിൽ.
അഹ്വനു അഹ്ലിൻ നാരി അദാബൻ അബൂ ത്വാലിബ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം ഏറ്റവും മുകളിലാണ്, അദ്ദേഹത്തിൻ്റെ കാലുകൾ മാത്രമാണ് നരകത്തിലുള്ളത്, ശരീരം നരകത്തിലില്ല. എന്തുകൊണ്ട്? ഈ ശരീരം കൊണ്ടായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹിക്ക് സംരക്ഷണം തീർത്തത്. ആ ശരീരം നരകത്തിലിടാൻ പാടില്ല, അള്ളാഹു തീരുമാനിക്കുന്നു. എന്നാൽ കാലുകൾ നരകത്തിലാണ്. ആ കാലുകളിൽ നരകത്തിൻ്റെ തീക്കുണ്ടാരത്തിൻ്റെ ചെരുപ്പുകളുണ്ട്. ആ ചൂട് കൊണ്ട് യഗ്ലി മിൻഹു ദിമാഗുഹു, അദ്ദേഹത്തിൻ്റെ തലച്ചോറ് തളച്ചു മറയും. എന്തേ? അബൂ ത്വാലിബ് നരകത്തിൻ്റെ അടിയിലെ തട്ടിൽ പോകേണ്ട ആളായിരുന്നു. എന്തുകൊണ്ട്? ഇത് സത്യമാണ് എന്ന്, എൻ്റെ സഹോദരൻ്റെ പുത്രൻ പറയുന്നത് സത്യമാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളയാളായിരുന്നു അബൂ ത്വാലിബ്, അല്ലേ? വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു ഔ ഹദാറു മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീനാ. അബൂ താലിബ് പാടിയതാണ്. 100% എനിക്ക് ഉറപ്പുണ്ട്, മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ളത് പുത്തൻ പ്രസ്ഥാനമല്ല, മുഹമ്മദ് ബിദ്അത്തിന്റെ ആളല്ല, മുഹമ്മദ് സത്യസന്ധനാണ് എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്തേത് പറയാഞ്ഞ്? ഉള്ളിൽ ഉറപ്പുണ്ടായിട്ട് കാര്യമില്ല, പുറത്തേക്ക് പറയണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ പ്രസ്ഥാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തിരുത്തലിൻ്റെ പ്രസ്ഥാനമാണ്. നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടായി അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ പുറത്തേക്ക് പറയുന്ന ആദർശം എന്ത്, നിങ്ങൾ ആളെ പഠിപ്പിക്കുന്നത് എന്ത്, നിങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടേക്ക്, നിങ്ങൾ ഫണ്ട് കൊടുക്കുന്നത് ആർക്ക്, നിങ്ങൾ ബന്ധം പുലർത്തുന്നത് ആരോട്, നിങ്ങൾ നിസ്കരിക്കാൻ പോകുന്നത് ഏത് വിഭാഗത്തിൻ്റെ പള്ളിയിലേക്ക്. ഏത് വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ മറ്റവരെ പള്ളി പോരുന്നുള്ള അർത്ഥത്തിനല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പള്ളി ഇപ്പോൾ കാദിയാനികളെ പള്ളി ഉണ്ടല്ലോ, അച്ചായന്മാരെ പള്ളിയുണ്ട്, അതൊക്കെ ഉദ്ദേശം ഞാൻ പറയുന്നത്. അതൊക്കെ നോക്കിയിട്ടാണ്, മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മാത്രം നോക്കിയിട്ട് അല്ല. അതുകൊണ്ട് തന്നെ ലൗലൽ മലാമതു ഔ ഹദാറു മസബ്ബത്തിൻ, ആളുകൾ ചീത്ത പറയുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ നാട്ടിലെ പേരും പെരുമയും നഷ്ടപ്പെടുമെന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീനാ, മുഹമ്മദേ ഈ സത്യം ഞാൻ ഈ പ്രപഞ്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു. കണ്ടോ, ദുരഭിമാനം ആണ് എല്ലാവർക്കും പറ്റിപ്പോയത്. നരകത്തിൽ പോയവരൊക്കെ പോയിട്ടുള്ളത് അഭിമാനം പേടിച്ചിട്ടാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ബോധ്യപ്പെടാത്തവരല്ല നമ്മുടെ നാട്ടിലുള്ള മഹാഭൂരിഭാഗം ആളുകളും. എന്നാലും പറയും വഹാബി മൗദൂദി എന്തിനാ പറയുന്നത്, അങ്ങനെ പറഞ്ഞെങ്കിൽ ഓൾക്ക് ഇങ്ങനെ കൂട്ടത്തിൽ കൂടി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ ഒറ്റപ്പെടുത്തും, കല്യാണത്തിന് വിളിക്കൂല, പെണ്ണ് കിട്ടൂല, കിട്ടിയ പെണ്ണ് ഓടിപ്പോകും. ഈ രീതിയിലാണോ എങ്കിൽ അവരെ കുറിച്ച് അള്ളാഹു അബൂലഹബിനെ കുറിച്ച് പറഞ്ഞതേ പറയാനുള്ളൂ, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. ഇത് അബൂ താലിബിൻ്റെ വിഷയ. പിന്നെ വേറുള്ളത് പറയണോ സഹോദരന്മാർ? ചുരുക്കി പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ പ്രവാചകത്വത്തിൻ്റെ 10 വർഷം പിന്നിട്ടപ്പോൾ സംരക്ഷണം നൽകിയിരുന്ന 2 വൻമരങ്ങൾ തകർന്നു വീണു. ഒന്ന് സ്വന്തം സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടാമത്തത് അവിശ്വാസിയായിരുന്നെങ്കിലും പിതൃവ്യനായ അബൂ താലിബ്. രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞു. മക്കയിൽ ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോഴാണ് ഇനി വല്ല അഭയവും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പ്രവാചകന്റെ 1-ാമത്തെ ഹിജ്റ എന്ന് പറയാൻ പറ്റുന്ന ഒരു യാത്ര. ആ ഹിജ്റ എങ്ങാനും പുലർന്നിരുന്നുവെങ്കിൽ ഇന്ന് മദീന ജോഗ്രഫിയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് ഇസ്ലാമിക് കലണ്ടറിലെ ഇസ്ലാമിക് ജോഗ്രഫിയിൽ ഇന്ന് കാണുന്ന മദീനക്ക് പകരം മറ്റൊരു പട്ടണം ഉണ്ടാകുമായിരുന്നു. ആ പട്ടണത്തിൻ്റെ പേരാണ് ത്വായിഫ്. പ്രവാചകന്റെ അങ്ങനെ ത്വായിഫ് എന്ന് പറയുന്നത് പരിശുദ്ധ മക്കയിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ അടുത്ത സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്, വാഹനപ്പുറത്തല്ല. നടന്നു പോയിട്ട് ത്വായിഫിലെ പ്രമുഖരായ ഗോത്രത്തലവന്മാരെയൊക്കെ കണ്ട് വിഷയങ്ങൾ പറഞ്ഞു. എനിക്ക് സംരക്ഷണം തരണം, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം. പക്ഷേ ഒരാളും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അങ്ങേയറ്റം പരിഹസിച്ച് പുച്ഛിച്ച് അവജ്ഞതയോടുകൂടി പ്രവാചകന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാകാനുള്ള ഭാഗ്യം ആ പ്രദേശത്തിന് ലഭിച്ചില്ല. പ്രവാചകൻ അവിടുന്ന് തിരിച്ചു നടക്കുകയാണ്.
അർദ്ധബോധാവസ്ഥയിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ വഹൽ വഹൽ അതാക അംറുൻ അശദ്ദ അലൈക മിൻ യൗമി ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്ക് വമ്പിച്ച പ്രതിസന്ധി ഉണ്ടായി എന്ന് എനിക്കറിയാം. ഉഹദ് യുദ്ധത്തെക്കാളും വലിയൊരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നബി എന്ന് സഹധർമ്മിണിയായ ആയിഷ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉഹദ് യുദ്ധത്തിൽ എനിക്ക് ശാരീരിക പ്രയാസമാണ് ഉണ്ടായത്. എൻ്റെ ബഹുമാനപ്പെട്ട പല്ല് പൊട്ടിത്തെറിച്ചു പോയി. ശരീരത്തിൻ്റെ പ്രശ്നമാണ്, മനസ്സിന് പ്രശ്നം ഉണ്ടായില്ല. എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഉലച്ചത് ഉഹദിലെ സംഭവമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ പിടികൂടിയത് മാനസികമായി എന്നെ വിഷമിപ്പിച്ചത് ത്വായിഫിൽ പോയ സംഭവമാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഞാനിങ്ങനെ അന്തല്ലാതെ പോവെന്നറിഞ്ഞില്ലേ, മഹ്മൂമായിട്ട് അർദ്ധബോധാവസ്ഥയിൽ പ്രവാചകൻ ഇങ്ങനെ നടക്കുകയാണ്, തിരിച്ച് നടക്കുകയാണ്. എവിടുക്കാ പോകുന്നതെന്ന് അറിയില്ല. എവിടുക്കാ പോവുക? മക്കത്തേക്ക് ഇനി ചെല്ലാൻ പറ്റൂല. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു, അബൂ താലിബും ഇല്ല. ഏത് മക്കത്തേക്ക് ഇനി പോവുക? കൊല്ലാൻ വേണ്ടി കൊടുക്കേ. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തമില്ലാതെ തിരിച്ചു വരുമ്പോൾ കുറേ അങ്ങ് പോയപ്പോൾ ഒരു സ്ഥലത്ത് എത്തി. ആ സ്ഥലത്ത് എത്തിയപ്പോഴാണ് എനിക്ക് ബോധം കിട്ടിയത്. പ്രവാചകൻ പറയാണ്, ലം അസ്തഫിഖ് ഇല്ലാ ഫി ഖർനിൽ മനാസിൽ, അങ്ങനത്തെ ഒരു പേരിൽ ഇപ്പോൾ തായിഫിൻ്റെയും മക്കയുടെയും ഇടയിലുള്ള അസൈലുൽ ജദീദ്, സൗദി പോലുണ്ടാവും സെയിൽ എന്നൊക്കെ പറയും. അസൈലുൽ ജദീദ് എന്ന ആ ഇപ്പോൾ പേര് പറയുന്ന ആ സ്ഥലം, അതിന് കിതാബിൽ വേറെ പേരാ പറയുന്നത്. ആ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ബോധം കിട്ടിയത്, ഓർമ്മ തിരിച്ചു വന്നു. അപ്പം നോക്കുമ്പോൾ എൻ്റെ തലൻ്റെ മുകളിൽ വലിയ മേഘക്കാറുകളുണ്ട്. ആ മേഘക്കാറിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. എന്നോട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, പർവ്വതങ്ങൾ കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കിനെ അള്ള പറഞ്ഞയച്ചിട്ടുണ്ട്. ആ മലക്കിനോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം, മക്കയിലുള്ള 2 പർവ്വതങ്ങൾ ഒന്നാകെ എടുത്തുകൊണ്ടുവന്ന് ഈ തായിഫിലെ ജനങ്ങളെ തലക്ക് മുകളിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി അള്ളാഹു ആവശ്യമുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വലാ യുശ്രികു ബിഹി ശൈആ. അത് വേണ്ട. നിങ്ങൾ നോക്കി, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പ്രവാചകൻ പറഞ്ഞ ആ ഘട്ടമാണിത്. ആയിഷ ബീവിയോട് പറഞ്ഞതാ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആ ഘട്ടത്തിൽ പോലും പ്രവാചകന്റെ മനസ്സ് പതറിയില്ല. ആളുകളോടുള്ള വെറുപ്പും വൈരാഗ്യവുമല്ല പ്രബോധനം എന്ന് പറയുന്നത്. പ്രബോധനം എന്ന് പറയുന്നത് സഹതാപമാണ്. ഇവർ നന്നായിട്ടില്ലെങ്കിലും ഇവരെ മക്കളെങ്കിലും നന്നായാൽ മതിയായിരുന്നു. കണ്ടോ, അർജു, എൻ്റെ ആഗ്രഹം, അൻയുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം, ഇവരുടെ മുതുകിൽ നിന്ന് അള്ളാഹു കൊണ്ടുവരും എന്നതാണ് എൻ്റെ ആഗ്രഹം. മൻ യഅബുദുല്ലാഹ വലാ യുശ്രികു ബിഹി ശൈആ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ. അങ്ങനെ ത്വായിഫിൽ നിന്ന് വന്നു പ്രവാചകൻ മക്കയിലേക്ക് വരികയാണ്. നമ്മൾ ഹിജറയുടെ തുടക്കം, ഹിജറ തുടങ്ങുകയാണ് നമ്മൾ മക്കയിലേക്ക് വന്നപ്പോൾ. കാരണം ചില ആൾക്കാർ വിചാരിക്കുന്നത് ഹിജറയുടെ പാഠങ്ങളാണ്, ഇയാളിപ്പോൾ വേറെ എന്തോ കഥയാണല്ലോ പറയുന്നത്. പിന്നെ വേറെ ചില ആൾക്കാർക്ക് കഥ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ളവരാണ്. മൂപ്പരിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ കുഴപ്പമില്ല, കഥയായി കിട്ടിയാൽ മതി. ആളുകൾ പല ഐറ്റംസാണ്. ഞാൻ ഇപ്പോൾ ഹിജറയിലാണ് ഉള്ളത്, തിരിയാത്തവർക്ക് തിരിയാൻ വേണ്ടി ഒന്ന് പറയുന്നു. അങ്ങനെ പ്രവാചകൻ മക്കയിലേക്ക് രണ്ടാമത് റീ എൻട്രിയാണ്. പ്രവാചകൻ ആലോചിച്ചു, ഈ മക്കയിലേക്ക് ഇനി കടക്കാൻ പറ്റൂല. കാരണം എൻ്റെ മൂത്താപ്പയുമില്ല, എൻ്റെ ഭാര്യയുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് സ്വന്തം വീട്ടിൽ ചോര പൈതങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ ചിത്രത്തിലേക്ക് വരണം. ഫാത്തിമ ഉണ്ട് അവിടെ, സൈനബ് ഉണ്ട്, ഉമ്മു കുൽസൂം ഉണ്ട്, റുഖയ്യ ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെൺകുട്ടികളൊക്കെ ആ വീട്ടിലുണ്ട്. അവരെ സംരക്ഷിക്കുന്ന പണിയല്ല റസൂലുള്ളാഹിക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു അല്ലേ? മരണപ്പെട്ടിട്ട് എല്ലാവരും പറയും 10 പെണ്ണിട്ടീനെന്ന്. പെണ്ണിട്ടില്ലെന്നെ ഇനി പണിയെന്ന് വിചാരിക്കും വർത്താനം കേട്ടാൽ. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹ, പിന്നെ ഖദീജ ബീബിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹിക്ക് 25 വയസ്സ് എന്നൊക്കെയാണ് പറയൽ. അതിലൊക്കെ കുറേ പാകപ്പിഴവുണ്ടെന്ന് ഞാൻ അടുക്ക് ഓർമ്മപ്പെടുത്താണ്. റസൂലുള്ളാഹിക്ക് 25 വയസ്സുള്ളപ്പം 40 വയസ്സുള്ള ഖദീജനെ കെട്ടി. അപ്പം വല്ലാത്തൊരു അങ്ങനെയൊക്കെ പറയുന്നവരാണ്. അത് ശരിയല്ല. അത് നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ തന്നെ പറയലുണ്ട്, റസൂലുള്ളാഹിക്ക് 25 ഖദീജക്ക് 40 അല്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെയും പ്രവാചകന്റെയും വയസ്സിൻ്റെ ഇടയിൽ അത്ര വ്യത്യാസമില്ല എന്ന് ചരിത്രം പുനഃപരിശോധിച്ച പഴയവരും പുതിയവരുമായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിഷയപ്പൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ട് 4 ചോരപ്പൈതങ്ങൾ ഇവിടെ ഉണ്ട്. വേറെ 3 ആൺകുട്ടികളും ജനിച്ചിട്ടുണ്ട്. ആൺകുട്ടികളൊക്കെ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ആൺകുട്ടികൾ മുഴുവനും മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ?
പിന്നെ തങ്ങന്മാർ എന്ന് പറഞ്ഞ പെൺകുട്ടികളിലൂടെ വന്നതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിലൂടെ വന്നതാണ്. അത് നേർക്ക് നേരെ പരമ്പരയല്ല. അവനവൻ്റെ പരമ്പര വാപ്പമാരിലൂടെ ആൺകുട്ടികളിലൂടെ ഉള്ളതാണ്. ബനൂന ബനു അബ്ന ഇന വ ബനാതുന ബനൂഹുന്ന അബ്ന റിജാലിൽ അബാഇദി എന്ന് അറബികൾ പണ്ടേ പറയുന്നതാണ്. നമ്മളെ മക്കൾ പറയുമ്പോൾ ആൺകുട്ടികളെ മക്കളാണ്. പെൺകുട്ടികളെ മക്കളെ പറ്റി നമ്മളെ മക്കൾ എന്ന് പറയില്ല. ഏത് ഈ ഇസ്ലാമിക വ്യവഹാരം അനുസരിച്ച്. അപ്പോൾ അത് റസൂലുള്ളാഹിൻ്റെ പെൺകുട്ടികളെ മക്കളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നേരെ ആൺകുട്ടികളെ 3 പേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോയി. അതിൽ പല ഹിക്മത്തുകളുമുണ്ട്. ഒന്ന്, രണ്ടാമത്തെ ഒരു നബിക്ക് ഇവിടെ ഗ്യാപ്പില്ല. അത് തന്നെ അനന്തരം എടുക്കാൻ പറ്റൂല നബി എന്നും പറഞ്ഞിട്ട്. ഒന്ന്, രണ്ടാമത്തെ തങ്ങന്മാർ ഓവറാകാനും പറ്റൂല. ഇപ്പൊ റസൂലുള്ളാഹിന്റെ പെൺകുട്ടികളെ മക്കളായിട്ട് തന്നെ തങ്ങന്മാരെവിടെ എത്തി. അപ്പൊ ആൺകുട്ടികളിലൂടെ വരുന്ന ആൺകുട്ടികൾ പരമ്പരയാണെങ്കിൽ തങ്ങന്മാരെ എവിടെ എത്തിയിട്ടുണ്ടാവും? തങ്ങന്മാരെ ബഹുമാനിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. തങ്ങന്മാരെ ബഹുമാനിക്കൽ സ്വർഗത്ത് പോകാനുള്ള വയ്യ. പക്ഷേ ഒരു നിയന്ത്രണം അതിൽ വേണം എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പുറം ചാടിയാൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ എന്നാ ഒരു പെണ്ണ് വേറെ കെട്ടുക ഇല്ല, അങ്ങോട്ട് ചിന്തിച്ചിട്ടേ ഇല്ല. 4 ചെറിയ പെൺകുട്ടികൾ വീട്ടിലുണ്ട്. അവരെ ഒന്ന് മൂത്രയിപ്പിക്കാനോ ഒന്ന് കുളിപ്പിക്കാനോ ഒരു പെണ്ണ് വേണ്ടേ? അള്ളാഹിന്റെ റസൂൽ ചിന്തിച്ചിട്ടില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരാൾ നിർബന്ധിച്ചപ്പോൾ, റസൂലുള്ള പറഞ്ഞതല്ല, വേറെ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഈ 4 കുട്ടികളെ നോക്കേണ്ട ഒന്നുമില്ലെങ്കിൽ എൻ്റെ അടുക്കൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണും വിധവയാണ്. അങ്ങനെയാണ് സൗദ റളിയല്ലാഹു അൻഹയെ രണ്ടാമത്തെ ഭാര്യയായിട്ട് 2 കൊല്ലക്കാലം, നിങ്ങൾ മനസ്സിലാക്കണം, 2 കൊല്ലക്കാലം 10 പെണ്ണുങ്ങളല്ല ഒറ്റ പെണ്ണുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ മക്കയുടെ പ്രാന്തപ്രദേശത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. ഈ കുട്ടികളെ പുരയിലിട്ടിട്ടാണ് ത്വായിഫിൽ പോകുന്നതും അവിടുന്ന് ഏറുകൊള്ളുന്നതും അവിടുന്ന് തിരിച്ചു വരുന്നതും. അപ്പം ഈ മക്കയിലേക്ക് അതിന് കടക്കാനുള്ളത്. പ്രവാചകൻ ഇങ്ങനെ ആലോചിച്ചു, ഇവിടെ കടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന മുത്തഇം ഇബ്നു അദി എന്ന് പറയുന്ന അദ്ദേഹം അവിശ്വാസിയാണ്, മുസ്ലിം അല്ല. അദ്ദേഹം പ്രവാചകന് സെക്യൂരിറ്റി കൊടുത്തു. നിങ്ങൾ വരി, മക്കത്ത് എൻ്റെ കസ്റ്റഡിയിൽ നിങ്ങൾ ജീവിച്ചോളി, ഞാൻ അതിനുള്ള സൗകര്യം തരാം. ഏറ്റവും പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ മുസ്ലിം അല്ലാത്ത ഒരാളുടെ സഹായം അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ തോന്നയില്ല, കുറഞ്ഞ മാസങ്ങളോളം അങ്ങനെ കഴിഞ്ഞു. മറ്റേയാൾ കാഫിറായിക്കൊണ്ട് തന്നെ മരിച്ചു. അദ്ദേഹത്തിനോടുള്ള നന്ദിയൊക്കെ അള്ളാഹിൻ്റെ റസൂല് മരണപ്പെടുന്നത് വരെ നന്ദി ബോധം മറന്നിട്ടില്ല. ബദർ യുദ്ധം നടന്നിട്ട് 70 തടവുകാരെ പിടികൂടി എതിരാളികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ റസൂലുള്ള പറയാണ്, ഈ 70 തടവുകാരെയും ഞാൻ വെറുതെ വിടുമായിരുന്നു. മുത്തഇം എന്നോട് പറയുകയാണെങ്കിൽ, കണ്ടോ, എന്ന് 2 കൊല്ലം മുന്നേ മക്കയിൽ നിന്ന് അവിശ്വാസിയായ ഒരു മനുഷ്യൻ എന്നെ വമ്പിച്ച രീതിയിൽ ഒരു സഹായം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ നന്ദി എന്ന നിലക്ക് കൊടും കുറ്റവാളികളായ ഈ 70 പേരെയും വേണമെങ്കിൽ ഞാൻ വെറുതെ വിടുമായിരുന്നു. അയാൾ പറഞ്ഞിരുന്ന നന്ദിയാണത്. മനസ്സിലായോ? ഒരാളൊരു ഉപകാരം ചെയ്താൽ ആ നന്ദി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത് ഏതാ ജാതി ഏതാ മതം പോലും അവിടെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ അങ്ങനെ ജീവിക്കാണ് കുറഞ്ഞ സമയം. അപ്പോൾ മദീനയിൽ നിന്നുള്ള ആളുകളും മറ്റുമൊക്കെ മക്കയിലേക്ക് വരും. എന്തിന്? ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ഒക്കെ വേണ്ടി. അങ്ങനെ പ്രവാചകന്റെ 50ാമത്തെ വയസ്സിൽ, അഥവാ ത്വായിഫിൽ നിന്ന് തിരിച്ചു പറഞ്ഞ് ഏകദേശം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്നും മറ്റുമൊക്കെ ആളുകൾ വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ പരിസരത്തുള്ള മാർക്കറ്റുകളിൽ ഉക്കാദിലും മജന്നയിലും ദുൽമജാസിലും മിനയിലും പോയിട്ട് മക്കയിലുള്ള ആളുകളോടൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് സംരക്ഷണം തരണം. ഓരോ ഗോത്രത്തിൻ്റെയും ഓരോ തറവാട്ടിൻ്റെയും മുറ്റത്ത് കയറിയിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആരും സ്വീകരിച്ചില്ല. ഒരു ഗോത്രക്കാരടുത്ത് ചെന്നു, ബനു ആമിർ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരടുത്ത് ചെന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്നെ സ്വീകരിക്കണം, എനിക്ക് സംരക്ഷണം തരണം. അപ്പോൾ ഓൽക്ക് ഏകദേശം ഉറപ്പാണ് ഇത് പ്രവാചകൻ തന്നെയാണ്, സംരക്ഷിക്കപ്പെടേണ്ടയാളാണ്. പക്ഷെ ഓൽക്ക് ഒരു കാര്യം അറിയേണ്ടതുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം, പക്ഷെ നിങ്ങളെ കാലശേഷം അധികാരം ഞങ്ങൾക്ക് തരുമോ എന്നാ ഓലി കേൾക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ അധികാരമാണ് സംഗതിയൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഓല് ചോദിക്കാണ്, നിങ്ങളെ കാലശേഷം അധികാരം ഞങ്ങൾക്ക് തരുമോ? പ്രവാചകൻ പറഞ്ഞു, ഇത് അധികാരം കൊടുക്കാനുള്ളതല്ല, അധികാരം അള്ളാഹു കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ട് പ്രബോധനം ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, പ്രബോധനത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരുണ്ട്,
പ്രാസ്ഥാനിക പ്രവർത്തനത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നവരുണ്ട്. പാടില്ല. ആലോചിച്ച് നോക്കി, എന്തൊരു പ്രതിസന്ധിയുള്ള ഘട്ടാണിത്. ചെറിയ ഒരു തുള്ളി വെള്ളം കൂട്ടിയാൽ മതി. ഒറ്റ തുള്ളി വെള്ളം കൂട്ടിയിരുന്നെങ്കിൽ പ്രവാചകന് 10,000 ലക്ഷം പിന്നാലെ ഉണ്ടാകുമായിരുന്നു. വെള്ളം കൂട്ടാൻ പറ്റൂല. അള്ള പറഞ്ഞിട്ടുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഖതഅനാ മിൻഹു ബിൽ യമീൻ. അല്ലേ? ഞാൻ കൊടുത്തത് കൊണ്ട് ജനങ്ങളെ നന്നാക്കണം. ജനങ്ങളെ നന്നാക്കാനാണ് നബി എന്ന് പറയുന്നത്. നബി എന്ന് പറഞ്ഞാൽ എന്താ? നബി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ തലകെട്ട് കെട്ടി വരലല്ല. അള്ളാഹു നൽകിയ സന്ദേശം അതേപടി ജനങ്ങൾക്ക് കൊടുക്കണം. അപ്പോഴേ ആൾ നന്നാവുള്ളൂ. ഇൻ്റെ വക ഞാൻ എന്തേലും പറഞ്ഞ ആൾ നന്നാവും, ആൾ വടക്കാവും. അപ്പം ആളെ നന്നാക്കാൻ വേണ്ടിയാണ് നബി. അതിലൊരു തുള്ളി വെള്ളം കൂട്ടിയാൽ പിന്നെ ആൾ വടക്കായില്ലേ? അപ്പം നബി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. നിങ്ങൾ എതിരാളികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീക്കുപോക്കുകൾ നടത്തിയാൽ മാലക മിൻ വലിയിൻ വലാ ഷഫീഅ ഇന്നക ഇദൽ ലമിനൽ ളാലിമീൻ വലഇൻ ഇത്തബഅത അഹ്വാഹും മിൻ ബഅദി മാ തബയ്യന ലക മിനൽ ഇൽമി ഇന്നക ഇദൽ ലമിനൽ ളാലിമീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും തരാം. നിങ്ങളെ കാലം കഴിഞ്ഞിട്ട് ആ അധികാരം നമുക്ക് തരുമെന്ന് വെച്ചോ, അള്ളാന്റെ റസൂൽ ആ ഒരു കണ്ടീഷന് നിന്നില്ല. അവസാനം ഹജ്ജിന്റെ സീസൺ വന്നപ്പോൾ മക്കയിൽ നിന്ന് വന്ന ആളുകളെ കണ്ടുമുട്ടുന്നു. 6 പേരെ, ഞാൻ ചുരുക്കി പറയാം, 6 പേരെ കണ്ടുമുട്ടുന്നു. അതിലേറ്റവും പ്രമുഖനായിരുന്നത് അസ്അദ് ഇബ്നു സുറാറ. അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അസ്അദ് ഇബ്നു സുറാറയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ജുമാ നിസ്കാരം നിലനിർത്തിയത് മദീനയിൽ. ഒരുപാട് പ്രത്യേകതകളുള്ളയാളാണ്. 6 പേരെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്നാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ നിന്നാണ്. നിങ്ങൾ ജൂതന്മാരുടെ കൂട്ടുകമ്പനിയാണ്? അതെ, ഞങ്ങൾ ജൂതന്മാരുടെ മുന്നണിയിലുള്ള ആളുകളാണ്. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്. അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവർക്കത് മനസ്സിലായി. അവരത് ഉൾക്കൊണ്ടു. അവർ ഇസ്ലാമിലേക്ക് വന്നു, മദീനയിലേക്ക് തിരിച്ചുപോയി. അസ്അദ് ഇബ്നു സുറാറയുടെ നേതൃത്വത്തിലുള്ള 6 പേർ മദീനയിലേക്ക് തിരിച്ചുപോയി. ഉടമ്പടിയൊന്നുമില്ല, ഒരു ഉടമ്പടിയും പ്രത്യേക കരാറൊന്നുമില്ല. അവർ മുസ്ലിമായി സ്വകാര്യമായിട്ട് മദീനയിലേക്ക് തിരിച്ചുപോയി. മദീനയിൽ അവർ ഇസ്ലാമിക പ്രചരണം നടത്താൻ തുടങ്ങി, ചെറിയ രീതിയിൽ. അങ്ങനെ പിറ്റത്തെ വർഷം ഹജ്ജിൻ്റെ സമയം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ 51ാമത്തെ വയസ്സിൽ മദീനയിൽ ചെറിയ രീതിയിൽ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയില്ലേ? മദീനയിൽ നിന്ന് 500ഓളം വരും, മദീനയിൽ നിന്ന് 12ഓളം വരുന്ന ആളുകൾ മക്കയിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹജ്ജിൻ്റെ സമയമാണ്. ഹജ്ജിന് വരും. ഇസ്ലാം പൂർവ്വകാലത്തും ഹജ്ജും ഉംറയും ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഹജ്ജിന് സമയത്ത് വന്നപ്പോൾ ഈ 12 ആളുകൾ, അതിൽ ജാബിർ ഇബ്നു അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖരായ മദീനക്കാരായ ആളുകളുണ്ട്. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോകും. എവിടെ? മാർക്കറ്റിൽ, ഉക്കാള് മാർക്കറ്റിൽ, മജന്ന മാർക്കറ്റിൽ, ദുൽമജാസ് മാർക്കറ്റിൽ, മക്കയുടെ പ്രാന്തപ്രദേശത്തുള്ള വലിയ മാർക്കറ്റുകളാണ്. അവിടെ പോയിട്ട് റസൂലുള്ളാഹി സ്വന്തത്തെ പ്രദർശിപ്പിക്കും. കാന യാരിളു നഫ്സഹു. ഇമാം ബുഖാരി മറ്റൊക്കെ ഉദ്ധരിക്കുന്നു. എല്ലാവരോടും പറയും, മൻ യുവീനി വമൻ യൻസുറുനി ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി. എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഖുറൈശികൾ എന്നെ കൈയൊഴിഞ്ഞിട്ടുണ്ട്, ഖുറൈശികൾ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. എന്നെ ഏറ്റെടുക്കാൻ ആരുണ്ട്? എന്നെ സഹായിക്കാൻ ആരുണ്ട്? എൻ്റെ പ്രസ്ഥാനത്തിന് കരുത്തു പകരാൻ ആരുണ്ട്? വലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട്. എല്ലാവരോടും പറയും. ഇത് അങ്ങാടിയിൽ ഇറങ്ങി ഇങ്ങനെ നടന്ന് പറയലാ. അപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരും, യമനിൽ നിന്നും മറ്റൊക്കെ ആളുകൾ വരുമ്പോൾ, യമനിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പം തന്നെ, ഇപ്പം നമ്മൾ മുണ്ടുമൊഴിയിൽ നിന്ന് മക്കയിലേക്ക് പോവാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ വർത്താനം പടക്കം എല്ലാവർക്കും അറിയാം. അപ്പം മുണ്ടുമൊഴിയിലുള്ള നാട്ടുകാർ, ചങ്ങായി നാളെ ഹജ്ജിന് പോവുക, അവനോടൊരു കാര്യം പറയാണ്ട്, പിന്നെ ഹജ്ജിന് പോയിക്കോ, പക്ഷെ മക്കത്ത് തലക്ക് സുഖമില്ലാത്ത ഒരാളുണ്ട്, അയാളെ വർത്താനം കേട്ടിട്ട് അവിടുന്ന് ചതിയിൽപ്പെട്ട് തിരിച്ചു പോരരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, യമൻ 100 കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യമനിൽ നിന്ന് പോലും മക്കയിലേക്ക് വരുന്ന ആളുകളോട് നാട്ടുകാർ പറയും, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു വെളിവില്ലാത്ത മനുഷ്യനുണ്ട്, അയാളെ പിന്നാലെ പോകരുത് കേട്ടോ. അങ്ങനെയാണ് അവിടുത്തെ അന്നത്തെ അവസ്ഥ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെയൊക്കെ സൂക്കിൽ, മാർക്കറ്റിൽ പോയിട്ട് ഇതിങ്ങനെ പ്രചരിപ്പിക്കും. തൊട്ട് ബേക്കിൽ ആരുണ്ടാവും എന്നറിയോ? അബൂലഹബ് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസിൽ റസൂൽ അങ്ങനെ പറയും, മൻ യുവീനി മൻ യൻസുറുനി ഹത്താ ഉബല്ലിഗ റിസാലത റബ്ബി.
എൻ്റെ റബ്ബിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി എന്നെ സഹായിക്കുന്നവരാരുണ്ട്, എനിക്ക് സംരക്ഷണം നൽകുന്നവരാരുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പരസ്യമായിട്ട് കാണുന്നവരോടൊക്കെ അങ്ങനെ പറയുമ്പോൾ ബേക്കിന്ന് സ്വന്തം മൂത്താപ്പ പറയുന്നു, ഇത് ഭ്രാന്തനാണ് കേട്ടോ, തലക്ക് സുഖമില്ലാത്ത കുട്ടിയാണ് കേട്ടോ, പറയുന്നത് കേൾക്കേണ്ട, വഞ്ചിതനായി പോകേണ്ട. സ്വന്തം മൂത്താപ്പ ഇത് ബേക്കെന്ന് പറയും. നിങ്ങൾ ആലോചിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം പറയുമ്പോൾ ബേക്കിന്ന് വാപ്പ വേറെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, വല്ല റിസൾട്ടും അതിനുണ്ടാവുമോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 പേരെ കണ്ടുമുട്ടുന്നത്. അവർ ഇസ്ലാമായി തിരിച്ചുപോയി. പിറ്റത്തെ വർഷം 12 പേര് വന്നു. ഹജ്ജിൻ്റെ സമയത്ത് രാത്രി, ഞാൻ ചുരുക്കി പറയാം, രാത്രി സമയത്ത് ഒരു രാത്രിയുടെ 1/3 കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുമായിട്ട് കണ്ടുമുട്ടി, 12 പേരുമായിട്ട്. ബൈഅത്തുൽ അഖബത്തിൽ ഊല എന്നാണ് അതിന് പറയാം. ഒന്നാം അഖബ ഉടമ്പടി. അഖബ എന്ന് പറഞ്ഞാൽ മിനായിലാണ്, കല്ലേറ് നടത്തുന്ന സ്ഥലത്തിൻ്റെ അടുത്ത്. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം. അവിടെ രാത്രി സമയത്ത് ഈ 12 പേരുമായിട്ട് മീറ്റ് ചെയ്തു പ്രവാചകൻ. അവരിൽ നിന്ന് കരാർ സ്വീകരിച്ചു. ബൈഅത്തുൻ നിസായി എന്നാണ് ആ കരാറിന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുന്നു. സ്ത്രീകളുടെ കരാർ. സ്ത്രീകളുടെ കരാർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളിൽ നിന്ന് വാങ്ങിയ ഒരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് നീട്ടിപ്പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആ കരാറിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ കള്ളത്തരം പറയരുത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലാ 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 തസ്നി വലാ തസ്രിഖ് വലാ തുശ്രിക് ബില്ലാഹി, നിസ്കരിക്കണം, നോമ്പെടുക്കണം, അങ്ങനെയുള്ള അഗ്രിമെൻ്റ് ഇല്ല. വ്യഭിചരിക്കരുത്, കള്ളു കുടിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളത്തരം പറയരുത്, ഇങ്ങനെ ലാത്തുകളാണ്, നെഗറ്റീവായിട്ടുള്ള വിലക്കുള്ള സംഗതികൾ. യുദ്ധം പറഞ്ഞിട്ടില്ല, യുദ്ധം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കരാർ, ആ കരാറാണ് ഒന്നാം അഖബ ഉടമ്പടി. ആ കരാറ് കഴിഞ്ഞ് 12 പേര് മുസ്ലിമീങ്ങളായി അവർ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്, ഹത്താ മതാ നത്റുകു റസൂലല്ലാഹി യുത്റദു ഫീ ജിബാലി മക്കത്ത വയുഖാഫ്. ഇക്കോലത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ പർവ്വത പ്രദേശങ്ങളിൽ, താഴ്വാരങ്ങളിൽ ആട്ടിയോടിക്കപ്പെടുന്ന രീതിയിൽ, ഭീഷണിക്ക് വിധേയനാകുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തി ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയാണോ? അവരിങ്ങനെ ആത്മകഥം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ മദീനയിലേക്ക് പോയത്. അങ്ങനെ മദീനയിലേക്ക് അവർ പോകുന്ന സമയത്ത് അവരുടെ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞയക്കുന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മക്കയിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും വളരെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു. കാണാൻ അതുപോലെ സൗന്ദര്യമുള്ള ഒരാളില്ല. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും കൊതിക്കുന്ന ഒരു മനുഷ്യൻ മുസ്അബ് ഇബ്നു ഉമൈർ. നാട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയാൽ നാട് മുഴുവൻ അത്തറിൻ്റെ വാസനയാണ്. അതിനു മാത്രം മക്കയിലെ ഏറ്റവും സുമുഖനായ, ഏറ്റവും പ്രതാപശാലിയായ ചെറുപ്പക്കാരൻ, തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഏറ്റവും ഇഷ്ടക്കാരനാണ് മുസാബ്. മുസാബിനെ പറഞ്ഞേക്കുന്നു. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അംബാസിഡറാണ് മുസാബ്. മക്കയിൽ നിന്ന് പോകുന്ന അസഫീറുൽ അവ്വലു, ഒന്നാമത്തെ അംബാസിഡർ. ഇന്ന് മുസ്ലിം രാജ്യങ്ങൾക്ക് അംബാസിഡർമാരുണ്ട് അല്ലേ? എത്ര മുസ്ലിം രാജ്യങ്ങളുണ്ട്? ആ രാജ്യങ്ങൾക്കൊക്കെ എല്ലാ രാജ്യങ്ങളിലും അംബാസിഡർമാരുണ്ട്. ഈ അംബാസിഡർമാർ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും തോന്നിവാസങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയി പങ്കെടുക്കുന്നുണ്ടാവും. ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ അവർ അവരുടെ ഹൈ കമ്മീഷൻ അതാത് രാജ്യങ്ങളിൽ ഉപകാരപ്പെടുത്തുന്നുണ്ടോ, പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? മുസ്അബ് ഇബ്നു ഉമൈറിനെ അവർ കണ്ടുപിടിക്കണം. മദീനയിലേക്ക് ചെന്നു. മദീനയിലേക്ക് ചെന്നപ്പോൾ നേരത്തെ പോയ 6 പേരിൽ അസ്അദ് ഇബ്നു സുറാറയുണ്ടല്ലോ, അസ്അദ് ഇബ്നു സുറാറയുടെ വീട്ടിലാണ് മുസ്അബ് താമസിക്കുന്നത്. അങ്ങനെ മുസ്അബ് ഇബ്നു ഉമൈർ അവിടെ വന്നപ്പോൾ അസ്അദ് ഇബ്നു സുറാറ സംരക്ഷണം കൊടുത്തു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഔസും ഖസ്റജും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മദീനയിലെ 2 വലിയ ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. 5 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ പ്രവാചകത്വം കിട്ടിയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ഏകദേശം 45-ാമത്തെ വയസ്സിൽ മദീനയിലൊരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൻ്റെ പേരാണ് ബുആസ്, യൗമു ബുആസ്. ആ യുദ്ധം ഔസും ഖസ്റജും തമ്മിലായിരുന്നു. കുറേ ആളുകൾ കൊല്ലപ്പെട്ടു. പ്രമാണിമാരൊക്കെ കൊല്ലപ്പെട്ടു. ഭൂരിഭാഗം പ്രമാണിമാരും സീനിയർ മെമ്പർമാരൊക്കെ കൊല്ലപ്പെട്ടു. ആ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഇനി ഖുറൈശികളിൽ നിന്ന് വല്ല സൈനിക സഹായവും കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ട് വന്നതായിരുന്നു ആദ്യത്തെ 6 പേര്. ആ 6 പേർക്ക് ഖുറൈശികളിൽ നിന്നൊരു സഹായവും കിട്ടിയതുമില്ല. റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയതും ചെയ്തു. അപ്പോൾ ഒരു മുസ്ലിമായി തിരിച്ചുപോയി.
തിരിച്ചു പോയിട്ട് 12 ആളുകളുമായിട്ട് പിറ്റത്തെ വർഷം വന്നു. അവർ തിരിച്ചു പോകുമ്പോൾ മിസാബ് ഇബ്നു ഉമൈറിനെ കൂടെ പറഞ്ഞയച്ചു. മിസാബ് ഇബ്നു ഉമൈർ മദീനയിലെത്തി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇസ്ലാം എല്ലാ വീടുകളിലും എത്തിപ്പെട്ടു. സഅദ് ഇബ്നു മുആദ് ഇസ്ലാമിലേക്ക് വന്നു. ഉസൈദ് ഇബ്നു ഹുലൈർ ഇസ്ലാമിലേക്ക് വന്നു. ഔസ് ഗോത്രത്തിലെ പ്രമുഖരാണ് സഅദ് ഇബ്നു മുആദ്. 36-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി. സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോൾ ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. റസൂലുള്ളാഹി ഏങ്ങലടിച്ച് കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹിന്റെ കരച്ചിൽ എനിക്കറിയാം. റസൂലുള്ള പല സംഭവങ്ങളിലും കരയാറുണ്ട്. മരണപ്പെടുമ്പോൾ ചില ആളുകൾ മരിക്കുമ്പോൾ കരയും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും. പക്ഷേ സഅദ് ഇബ്നു മുആദ് മരിക്കുമ്പോൾ റസൂലുള്ള കരഞ്ഞു. ആ കരച്ചിലിന് പ്രത്യേക ശബ്ദമായിരുന്നു. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കരച്ചിലായിരുന്നു. അത്രയും വലിയ സഅദ് ഇബ്നു മുആദ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അതൊക്കെ വരുന്ന കഥയൊക്കെ പറയുകയാണെങ്കിൽ വലിയ സംഭവമായി പോകും. നമ്മളെ സംസാരം സമയമില്ല. സഅദ് ഇബ്നു മുആദ് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ മദീനക്കാരിൽപ്പെട്ട മിക്കവാറും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ആദ്യത്തെ 6 പേര് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 6 പേര് ഇത്ര പെട്ടെന്ന് ഇസ്ലാമിലേക്ക് എങ്ങനെ വന്ന്? മക്കത്ത് വന്നപ്പോൾ പെട്ടെന്നാണ് ഇസ്ലാമിക്ക് വരില്ല. അതെന്താ കരണ്ട ചാടി പിടിക്കാൻ? അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ചെറുപ്പക്കാരാണ്. വയസ്സന്മാരൊക്കെ കഴിഞ്ഞു. വയസ്സന്മാർ നേരത്തെ നടന്ന ബുആസ് യുദ്ധത്തിൽ മരണപ്പെട്ടു. പ്രമാണിമാരില്ല, ദുരഹങ്കാരികളില്ല, ചെറുപ്പക്കാരാണ്, ചോരത്തളപ്പുള്ള കുട്ടികളാണ്. അസാദ് ഇബ്നു സുറാറ ചെറുപ്പക്കാരനാണ്. ഒരു കാരണം അത് സത്യമെന്ന് ബോധ്യപ്പെട്ടവർ സ്വീകരിക്കും. രണ്ടാമത്തെ ഒരു കാരണം, അവർ മദീനയിൽ ജൂതന്മാരുടെ കൂടെ താമസിക്കുന്നവരാണ്. ജൂതന്മാരുമായിട്ട് നേരത്തെ തന്നെ ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട അറബികൾ, തദ്ദേശീയരായ ആളുകൾ ഇടയ്ക്ക് ശണ്ട കൂടുമ്പോൾ ജൂതന്മാർ പറയും, ഞങ്ങൾ ന്യൂനപക്ഷാണ്, ശരി, നിങ്ങളിപ്പോൾ ഞങ്ങൾ ആക്രമിക്കുന്നു, ഞങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട്, ഞങ്ങളെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചകന്റെ കാര്യം, ആ പ്രവാചകന്റെ കാലം ഇവിടെ അടുത്തു വന്നിട്ടുണ്ട്, ആ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾ ആ പ്രവാചകന്റെ കൂടെ വിശ്വാസികളായി നിങ്ങളെ കൊല വിളിക്കും, പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ ബേജാറ് നല്ലോണുണ്ട് ഇവരെ മനസ്സിൽ. അപ്പം ഇവർ വന്നപ്പോൾ, മദീനയിലേക്ക് 6 പേര് വന്നപ്പോൾ ഇവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ജൂതന്മാർ നമ്മോട് പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ആ പ്രവാചകൻ ഇത് തന്നെയാണ്. അതുകൊണ്ട് ജൂതന്മാർ വന്ന് ഇസ്ലാം ആകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ പ്രവാചകന്റെ പിന്നാലെ കൂടണം. കണ്ടാ നിങ്ങൾ, അള്ളാഹ് ഓരോന്നിന് കാരണം കൊടുക്കുക. എന്നാൽ ജൂതന്മാർ വെറുതെ തൊള്ളപ്പൂട്ടടിച്ചാണ് ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി. അള്ളാഹ് ഖുർആനിൽ അത് പറഞ്ഞു. സൂറത്തുൽ ബഖറയുടെ 79 അള്ളാഹ് പറഞ്ഞു, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫു കഫറൂ ബിഹി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. മദീനയിൽ സംഘട്ടനം ഉണ്ടാകുമ്പോൾ ജൂതന്മാർ അറബികളോട് പറയും, മുഹമ്മദ് നബി വന്നാൽ ഞങ്ങൾ ഐക്യമുന്നണി ഉണ്ടാക്കി നിങ്ങളെ തകർക്കും. എന്നാൽ മുഹമ്മദ് നബി വന്നപ്പോൾ കഫറൂ ബിഹി, അവർ തള്ളിക്കളഞ്ഞു. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. ഇതിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. അങ്ങനെ ഈ കാരണം കൊണ്ട് ജൂതന്മാരെ ഓവർടേക്ക് ചെയ്യണമെന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവരെല്ലാവരും കൂടി ഇസ്ലാമിലേക്ക് വന്നു. അവർ പോയതിൻ്റെ ശേഷം പിറ്റത്തെ വർഷം 12 ആളുകൾ വന്നു. 12 ആളുകൾ തിരിച്ചു പോകുമ്പോൾ മുസാബ് ഇബ്നു ഉമൈറിനെ കൂടെ പറഞ്ഞയച്ചു. അങ്ങനെ മദീനയിൽ ഇസ്ലാം സ്പ്രെഡായി. പിറ്റേത്തെ വർഷം, അഥവാ പ്രവാചക ജീവിതത്തിലെ 53-ാമത്തെ വയസ്സ്, ഏകദേശം ഹിജ്റയുടെ തൊട്ട് മുന്നേയുള്ള സമയം, ഒരു സംഘം, പുതിയ 3-ാമത്തെ സംഘം മദീനയിൽ നിന്ന് വന്നു. ആ സംഘം മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി വരുന്ന സംഘമല്ല. 500ഓളം പേരുണ്ട് എന്നാണ് ചില ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത്. അത് കൃത്യമായി ഞാൻ പരിശോധിച്ചിട്ടില്ല. എങ്കിലും ആ സംഘം മക്കയിൽ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ അതിൽ ഒരുപാട് മുശ്രിക്കീങ്ങൾ ഉണ്ട്. എന്നാൽ അതിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും മുസ്ലിമീങ്ങൾ ഉണ്ട്. ഇത് പുറത്താരും അറിയില്ല. വലിയ സംഘമല്ലേ. അവർ പോകുമ്പോൾ കൂട്ടം കൂട്ടമായിട്ടാണ്, കാഫില എന്നാ പറയുക, കാഫില, കൂട്ടം. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയിട്ട് കൂട്ടമായിട്ടാണ് പോവുക. 450 കിലോമീറ്റർ ഉണ്ട് മദീനത്ത് നിന്ന് മക്കത്തേക്ക്. അങ്ങനെ രാത്രി അയ്യാമു തശ്രീഖിൻ്റെ 2-ാമത്തെ ദിവസം, ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ചു പോകാം, ഹജ്ജ് കഴിഞ്ഞു. അയ്യാമു തശ്രീഖ്, ഇതൊക്കെ പ്ലാനാണ്, സ്ട്രാറ്റജിയാണ്. അയ്യാമു തശ്രീഖിൻ്റെ 2-ാമത്തെ ദിവസം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട്. കാരണം ഇവർ ബൈഅത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കരുത്, സ്ഥലം വിടണം, മക്കക്കാർ തട്ടിക്കളയും.
അതുകൊണ്ട് അയ്യാമുത്ത ശരീക്കിൻ്റെ രണ്ടാമത്തെ ദിവസം അവർ പ്രവാചകനുമായി അഗ്രിമെൻ്റായി, ഇന്ന് രാത്രി നമുക്ക് കണ്ടുമുട്ടാം. രാത്രി കൂരിരുട്ടിൻ്റെ സമയത്ത് ഈ വലിയ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് മുശ്രിക്കീങ്ങൾ ഉൾപ്പെടെയുള്ള മദീനക്കാരായ ആളുകളുടെ വലിയ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഓരോരുത്തർ ഊരി ചാടി. ഒരാൾ പോയി, ബാക്കിൽ രണ്ടാൾ ഒന്നായിട്ട് പോയാൽ പ്രശ്നമാണ്. 75 ആളുകൾ ഒന്നായിട്ട് പോയാൽ മറ്റവർക്ക് ഇവരൊക്കെ പാടെ കൊടുക്കാൻ പോണത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരാൾ പോയി, 2 മിനിറ്റ് കഴിഞ്ഞ് വേറൊരാൾ പോയി, അങ്ങനെ കുറേ ആളുകൾ പോയി 75 ആളുകൾ അഖബയിലേക്ക് വന്നു. അപ്പോഴേക്ക് പ്രവാചകൻ വന്നു. പ്രവാചകന്റെ കൂടെ മൂത്താപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉണ്ട്. അങ്ങനെ വന്ന് 73 ആണുങ്ങളും 2 പെണ്ണുങ്ങൾ, 2 സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ട്. ആ സ്ത്രീകളിൽ നിന്നും കരാർ വാങ്ങിയിട്ടുണ്ട്. കൈ പിടിച്ചിട്ടില്ല. അന്യപുരുഷന്മാര് അന്യ സ്ത്രീകളുടെ കൈ പിടിക്കാൻ പാടില്ല, ശരീരം തൊടാൻ പാടില്ല. വാക്കുകൊണ്ടുള്ള കരാർ പ്രവാചകൻ വാങ്ങിയിട്ടുണ്ട്. ആ സ്ത്രീകളിൽ ഒരു സ്ത്രീ ജിഹാദിന് പോയിട്ട് ശരീരം മുറിവേറ്റ് നിലത്ത് വീണിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ ആ സ്ത്രീയുടെ 2 കുട്ടികളെ മുസൈലിമത്തുൽ കദ്ദാബ് ഇഞ്ചിഞ്ചായി കഷ്ണമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന് കൊടുത്ത കരാറാണ്. ആ പെണ്ണ് പാലിച്ചു. സുബ്ഹാനല്ലാഹ്. 73 പുരുഷന്മാരുണ്ട്. അങ്ങനെ അവര് വന്നപ്പോൾ പ്രവാചകനോട് അവർ ചോദിച്ചു. അപ്പൊ ആദ്യം തന്നെ അബ്ബാസ് എന്ന് മുസ്ലിം അല്ലാത്ത അബ്ബാസ് എന്തിനാ വന്നത്? അബ്ബാസിന്റെ ജ്യേഷ്ഠന്റെ മോനല്ലേ. അപ്പം അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ മോനെ ഇവരെങ്ങട്ടാ കൊണ്ടുപോകണമെന്ന് അറിയാൻ മൂപ്പർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. അപ്പം മൂപ്പർ ഈ 75ഓളം ആളുകൾ, ഇതൊക്കെ ചെറുപ്പക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരാണ് നമ്മുടെ ഉന്നം. 75. അബ്ബാസിന് നേരത്തെ മദീനയിൽ പോയി പരിചയമുണ്ട്. അബ്ബാസിന് കച്ചവട സംഘത്തിലൊക്കെ യാത്ര പോയിട്ട് പരിചയമുള്ളതാണ് അബ്ബാസ്. അദ്ദേഹം ഇവരൊക്കെ അങ്ങ് നോക്കി, 10-75 ആൾക്കാർ, ഇതൊക്കെ ചെറിയ കുട്ടികളാണല്ലോ. നിങ്ങളാണ് മുഹമ്മദിനെ കൊണ്ടുവന്നത്? നിങ്ങൾ എടുക്കാൻ മൂപ്പരെ കൊണ്ടുവന്നത്? നിങ്ങളെ കൂട്ടത്തിൽ വയസ്സും പ്രായമുള്ള പ്രമാണിമാരൊന്നുമില്ലേ, കാരണന്മാരൊന്നുമില്ലേ? നിങ്ങൾ ഈ ചെറിയ കുട്ടികൾ, മുഹമ്മദിന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് മുഹമ്മദിനെ ഇറക്കിക്കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഗ്യാരണ്ടി തരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ മദീനക്കാർ പറഞ്ഞ്, മുഹമ്മദ് നബി സംസാരിക്കട്ടെ, യതകല്ലം മുഹമ്മദ് സംസാരിക്കട്ടെ, നിങ്ങളവിടെ ഇരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സംസാരിക്കാൻ തുടങ്ങി. മുഹമ്മദിന് എന്താണോ വേണ്ടത്, എന്ത് കരാറാണോ ഞങ്ങളിൽ നിന്ന് വാങ്ങാനുള്ളത്, മുഹമ്മദ് അള്ളാഹുവിന് വേണ്ടി എന്ത് കരാറാണ് ആവശ്യപ്പെടുന്നത്, അത് പറയട്ടെ, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറയും. അപ്പം മുഹമ്മദ് നബി പറഞ്ഞു, തുബായഊനി, നിങ്ങൾ എനിക്ക് ബൈഅത്ത് തരണം. എന്തിൻ്റെ പേരിൽ? അലൻ നുസ്റതി ഫിന്നശാത്തി വൽ കസൽ. നിങ്ങൾക്ക് ആവേശവും ഉന്മേഷവും ഉണ്ടാകുന്ന സമയത്തും മടി പിടിച്ചിരിക്കുന്ന സമയത്തും നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന കരാറാണ് എനിക്ക് വേണ്ടത്. വാലൻ നഫഖതി ഫിൽ ഉസ്രി വൽ യുസ്ർ, സമ്പത്ത് ഉള്ളപ്പോഴും സമ്പത്ത് ഇല്ലാത്തപ്പോഴും ഫണ്ടിലേക്ക് പൈസ തരണമെന്നാണ് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കരാർ. വാലൽ അംരി ബിൽ മാറൂഫി വന്നഹി അനിൽ മുൻകർ, മൂന്നാമത്തെ കരാർ. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാളെയും പേടിക്കരുത്, മൂന്നാമത്തെ കരാർ. നാലാമത്തെ കരാർ, നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. നിങ്ങളെ ഭാര്യമാരെയും സന്താനങ്ങളെയും സ്വന്തം ശരീരങ്ങളെയും എപ്രകാരം നിങ്ങൾ സംരക്ഷിക്കും അതുപോലെ എന്നെ നിങ്ങൾ സംരക്ഷിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഇതാണ് കരാർ. അതാണ് യുദ്ധം എന്ന് പറയുന്നത്. അതിന് യുദ്ധത്തിനുള്ള കരാറുണ്ട്. ഇതിങ്ങ് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരാണ്, ചോരത്തളപ്പല്ലേ, കൈ ഇങ്ങോട്ട് നീട്ടി. അൽ ബറാ ഇബ്നു മാറൂർ കൈ നീട്ടാൻ പുറപ്പെട്ടു, നബിയെ ഞങ്ങൾ ബൈഅത്ത് ചെയ്യുന്നു. അപ്പൊ കൂട്ടത്തിലുള്ള അസ്അദ് ഇബ്നു സുറാറ, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിക്ക് റുവൈദൻ യാ അഹ്ല യസ്രിബ്, മദീനക്കാരെ സ്റ്റോപ്പ് ചെയ്യൂ. നിങ്ങൾക്കറിയുമോ, ഇന്ന ഇഖ്റാജഹുൽ യൗമ, നിങ്ങൾ ഇന്ന് മുഹമ്മദ് നബിയെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഫാറഖത്തുൽ അറബി കാഫതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അതിൻ്റെ വില നൽകേണ്ടി വരും. നിങ്ങൾ വമ്പിച്ചത് വില നൽകേണ്ടി വരും. മുഫാറഖത്തുൽ അറബി കാഫതൻ, അറബികളും മുഴുവൻ അറബികളുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരും. മുഹമ്മദിനെയും കൊണ്ട് നിങ്ങൾ മദീനയിലേക്ക് പോയാൽ മുഴുവൻ അറബികളുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരും.
വഖത്ലു ഖിയാരിക്കും, നിങ്ങളെ കൂട്ടത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരും കൊല ചെയ്യപ്പെടും. വൻ തഅല്ലകുമുസ് സുയൂഫ്, വാളിന്റെ കടി നിങ്ങൾക്ക് ഏൽക്കേണ്ടി വരും. വാള് താളമന കടിക്കുന്ന വാളുകൾ നിങ്ങളെ കടിക്കും. എന്നാൽ നിങ്ങൾ വഇൻ കുന്തും തസ്ബിറൂന അലാ ദാലിക വലക്കും ഇൻദല്ലാഹി അജ്ർ. ഞാൻ സംഗതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ ചാടി വീണ് ബയ്യത്ത് കൊടുത്തിട്ട് പിന്നീട് എന്താ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഞാനത് മുൻകൂട്ടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുണ്ട്. ഇനി ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ വഇൻ കുന്തും തഖാഫൂന, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫബയ്യിനൂ ഫഹുവ അഅ്ദറു ലക്കും ഇൻദല്ലാഹ്, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ഒഴിവാക്കിയാളി, അള്ളാഹു നിങ്ങളെ കുറ്റം പറയില്ല. നിങ്ങളെ സംഗതി ഏറ്റെടുത്തിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശക്തമായ ശിക്ഷ ഉണ്ടാകും. ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അസ്വദ് ഇബ്നു സുറാറ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുള്ള സഹാബികൾ പറഞ്ഞു, അമിത് അന്നായ അസ്അദു, മാറി നിൽക്കൂ അസ്അദേ, ലാ നദഉ ഹാദിഹിൽ ബൈഅത അബദാ, ഈ ബൈഅത്ത് ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിന് കൈകൊടുത്തു, ബൈഅത്ത് ചെയ്തു. ഈ സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ അഖബ ഉടമ്പടി. ഞാൻ ചുരുക്കിയാണ് ഇത് പറയുന്നത്. ബൈഅത്തുൽ അഖബത്തി സാനിയ, രണ്ടാമത്തെ അഖബ ഉടമ്പടി. അത് കഴിഞ്ഞപ്പോൾ ഖുറൈശികൾക്കൊക്കെ സംശയം തോന്നി, ഇവിടെ വല്ല ഉടമ്പടിയോ മറ്റോ നടന്നോ, ഗൂഢാലോചന നടന്നോ രാത്രിയിൽ. അങ്ങനെ അവർ വന്ന് നോക്കി, പിറ്റേന്ന് ഒന്ന് നോക്കി, ഇവിടെ നിങ്ങൾ മുഹമ്മദുമായിട്ട് സന്ധിച്ചോ? ഞങ്ങളാരും ഒന്നും അറിയില്ല. അങ്ങനെ നേരം വെളുത്ത അവർ മദീനയിലേക്ക് പോയി അവിടെ ഇസ്ലാം അതിശക്തമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഇനി ഹിജ്റയിലേക്ക് നേരിട്ട് വരാം. ഇവിടെ ചില സംഗതികളൊക്കെ പറയാനുണ്ട്. ഈ അഖബ ഉടമ്പടി എന്ന് പറഞ്ഞത് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ, അറിയോ കഅബിന്റെ ചരിത്രം അറിയില്ലേ? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹത്തിന്റെ കാരക്കത്തോട്ടം വളഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം പോയില്ല. ആ കാരക്കൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് അതിൽ വമ്പിച്ച പ്രശ്നം നേരിട്ടു. ഒരാളും മുണ്ടിപ്പോകരുത്, സലാം പറഞ്ഞാൽ മടക്കി പോകരുതെന്ന് പറഞ്ഞ് ബഹിഷ്കരണം ഏർപ്പെടുത്തുന്ന സഹാബിയാണ് കഅബ് ഇബ്നു മാലിക്. അദ്ദേഹം രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലഖദ് ശഹിദ്തു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ അഖബ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ബൈഅത്തുൽ അഖബ, രണ്ടാമത്തെ ബൈഅത്തിൽ പങ്കെടുത്തയാളാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, വമാ ഉഹിബ്ബു അന്നലി ബിഹാ യൗമ ബദ്രിൻ വഇൻ കാന ബദ്റു അദ്കറ ഫിന്നാസി മിൻഹാ. അദ്ദേഹം പറയാണ്, ബദർ യുദ്ധത്തെക്കാളും എനിക്ക് ഇഷ്ടം ഈ അഖബ ഉടമ്പടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അഖബ ഉടമ്പടിക്ക് പകരമായി ബദർ യുദ്ധത്തെ എനിക്ക് തരുകയാണെങ്കിൽ ഞാൻ അഖബ ഉടമ്പടിയെ സ്വീകരിക്കും, ബദറിനെ സ്വീകരിക്കുകയില്ല. സംഗതി ബദറാണ് ഏറ്റവും വലിയതെന്ന് എനിക്കറിയാം. ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രചാരമുള്ളത് ബദർ യുദ്ധത്തിനാണ്. അതുകൊണ്ടുള്ള ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അപ്പം അതിൻ്റെ പ്രത്യേകതയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, യൗമു ബുആസ് കാന യൗമു ബുആസ് അംറൻ ഖദ്ദമഹുല്ലാഹു തആല ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുആസ് യുദ്ധം അഥവാ മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ആ യുദ്ധമുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു. ഫഖദ് ഖദിമ വഖദ് ഇഫ്തറക മലഉഹും വഖുതിലത് സറവാതുഹും. പ്രവാചകൻ മദീനയിലേക്ക് വന്നപ്പോഴേക്കും അറബികൾ മുഴുവനും ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രമാണിമാരെല്ലാം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയസ്സന്മാരില്ല, ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ അവിടേക്ക് വന്നപ്പോൾ ഫഖദ്ദമഹു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദുഖൂലിഹിം അൽ ഇസ്ലാം. അവർക്ക് എല്ലാവർക്കും ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കടന്നു വരാനുള്ള ഒരു എളുപ്പ വഴിയായി മാറി ബുആസ് യുദ്ധം. കാരണം നാട് ശിഥിലമായിരിക്കാണ്, ആളുകൾ തമ്മിൽ തല്ലുകയാണ്, വയസ്സന്മാരൊക്കെ മരിച്ചുപോയി, പ്രമാണികൾ മരിച്ചുപോയി, ചെറുപ്പക്കാർ മാത്രമാണുള്ളത്. അവരെ പെട്ടെന്ന് കൈവശപ്പെടുത്താൻ പറ്റും. സൈക്കോളജിയിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹു ചൂണ്ടിപ്പറയുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഹിജ്റയിലേക്ക് നേരിട്ട് വരാം. അപ്പം ഹിജ്റയുടെ മുന്നേ ഉള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉടമ്പടികൾ. ആ ഉടമ്പടി കഴിഞ്ഞ് പിന്നെ കൂടുതൽ സമയമില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരുപാട് സഹാബികളെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഓരോരുത്തരായിട്ട് മിസ്അബ് ഇബ്നു ഉമൈർ പോയി, ബിലാൽ പോയി, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ പോയി, സഅദ് ഇബ്നു അബീ വഖാസ് പോയി, കുറേ ആളുകൾ പോയി. അതിൻ്റെയും മുന്നേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ബറ്റാലിയൻ 80-ൽ ചില്ലാനം വരുന്ന ഒരു ഗ്രൂപ്പ് എത്യോപ്യയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ ഹിജ്റ, അള്ളാഹുവിൻ്റെ റസൂൽ സഹാബികളിൽപ്പെട്ട ആദ്യത്തെ വിഭാഗം എത്യോപ്യയിൽ കടൽ കടന്നു പോയിട്ടുണ്ട്, ആഫ്രിക്കൻ വൻകരയിലുള്ള എത്യോപ്യയിലേക്ക്. നജ്ജാശി എന്ന് പറയുന്ന രാജാവാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവിടെയും മക്കക്കാരായ ഖുറൈശികൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു. ആ കുത്തിത്തിരിപ്പിൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, ഒറ്റക്കാര്യം ആ കുത്തിത്തിരിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. നജ്ജാശി ഇവരെല്ലാവരെയും അംഗീകരിച്ചു. നിങ്ങൾ ഇവിടെ നിന്നോളി, മുഹമ്മദ് നബിയുടെ ആദർശം ശരിയാണ്, മൂസയും ഈസയും പറഞ്ഞതാണ് അദ്ദേഹവും പറയുന്നത്, അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവരടുക്കൽ നിന്ന് ഖുറാൻ പാരായണമൊക്കെ കേട്ട് നജ്ജാശി സമ്മതിച്ചു. പക്ഷേ മക്കയിലെ ഖുറൈശികൾക്ക് വലിയ വിഷമായി. അവർ കുറേ സമ്മാന പൊതിയൊക്കെ ആയിട്ട് വന്നതാ നജ്ജാശിയെ ചാക്കിലിടാൻ വേണ്ടി. പക്ഷേ നജ്ജാശി മുസ്ലിമീങ്ങൾക്ക് സപ്പോർട്ടാണ് എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമായി. അവരൊരു തീരുമാനം എടുത്തു, നമുക്ക് ഒരു സൂത്രമുണ്ട്, ആ സൂത്രം പ്രയോഗിക്കാം. എന്താണ് ആ സൂത്രം? നജ്ജാശിയുടെ അടുക്കൽ പോയിട്ട് പറയാം, ഇവർ ഈസാ നബിനെ ചീത്ത പറയണവല്ല, യേശു ക്രിസ്തു അദ്ദേഹം ക്രിസ്ത്യാനിയാണല്ലോ, ഇവർ ഈസാ നബിയെ ചീത്ത പറയുന്നവരാണ്. സംഗതി ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അതുപോലെ മമ്പറത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, മടവൂര് CM-നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇവർ ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാ. നമുക്കത് മുതലെടുക്കാം. ഈസാ നബിയെ അവഹേളിച്ചു, ബദരീങ്ങളെ കളിയാക്കി, മമ്പറത്തെ തങ്ങളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ വികാരം തുള്ളുമല്ലേ നമ്മളെ ആൾക്കാർക്ക്? അതേ നമ്പർ അംർ ഇബ്നു ആസ് ഉൾപ്പെടെയുള്ള ഖുറൈശികൾ നജ്ജാശിയുടെ മുമ്പിൽ പ്രയോഗിക്കുന്നു. മഹാരാജാവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോന്ന അടിമകളാണ് ഇവർ ഈസാ നബിയെ ചീത്ത പറയുന്നവരാണ്, ബഹുമാനപ്പെട്ട ഈസാ നബിയെ ചീത്ത പറയുന്നവർ എന്ന് പറഞ്ഞപ്പോൾ നജ്ജാശി ചോദിച്ചു, നിങ്ങൾ ഈസയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവരെ വിളിച്ചുകൂട്ടി, 2 കൂട്ടരെയും വിളിച്ചുകൂട്ടി. ഈസയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ആ സദസ്സിൽ വെച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈസയെക്കുറിച്ച് പറയാനുള്ളത് സൂറത്ത് മറിയമിൻ്റെ ആദ്യത്തെ സൂക്തങ്ങൾ അങ്ങോട്ട് ഓതിക്കൊടുത്തു. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, ഇങ്ങനെ തുടങ്ങുന്ന ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, പ്രവാചകനാണ്, റൂഹുള്ളയാണ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോൾ നജ്ജാശിക്ക് മനസ്സിലായി ഇവർ വെറുതെ തിരിപ്പുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം കൊടുത്തു. അങ്ങനത്തെ ഒരു ഹിജ്റ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്യോപ്യയിലേക്കുള്ള ഹിജ്റ. നമ്മുടെ വിഷയം അതിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ പ്രവാചകൻ്റെ പല അനുയായികളും മദീനയിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. കുറേ ആളുകൾ പോയി. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കയിലെ പ്രമുഖനാണ്, അദ്ദേഹത്തെ പീഡിപ്പിച്ച് ആക്രമിച്ച് ഇറക്കി വിടാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ദിവസം ബർക്കുൽ ഹിമാദ് എന്ന് പറയുന്ന ഏകദേശം 3-4 ദിവസം നടന്ന് ചെല്ലാനുള്ള ദൂരം യമനിൻ്റെ ബോർഡറിലേക്ക് എത്യോപ്യയിലേക്ക് പോവാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ലം ആഖിൽ ഖത്തു ഇല്ലാ വ അബവായ യദീനാനി ദീൻ വലം യമുർ അലൈനാ യൗമുൻ ഇല്ലാ വയഅതീനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വറഫൈൻ നഹാർ ബുക്റതൻ വഅശിയ. എല്ലാ ദിവസവും രാവിലെ പ്രവാചകൻ എൻ്റെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും വരാറുണ്ടായിരുന്നു, വരാത്ത ഒരു ദിവസവുമില്ല എന്ന് കുട്ടിയായ ആയിഷ ഇത് കാണുന്നുണ്ട്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെയും പ്രവാചകൻ്റെയും ബന്ധം. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പശ്ചാത്തലത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് ഒരാൾ കണ്ടുമുട്ടുന്നു. ഇബ്നു ദഗിന എന്ന് പറയുന്ന അവിശ്വാസിയായ ഒരാൾ കണ്ടുമുട്ടി. അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടുക്കാ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, അഖ്റജനി ഖൗമി അസിഹു ഫിൽ അർളി വഅബ്ദു റബ്ബി, എൻ്റെ നാട്ടുകാർ എന്നെ അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്, ഞാനതുകൊണ്ട് ഭൂമിയിൽ അലഞ്ഞു നടക്കട്ടെ, എനിക്ക് എൻ്റെ ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അപ്പം ഇബ്നു ദഗിന പറഞ്ഞു, യാ അബൂബക്കറിൻ മിസ്ലുക ലാ യഖ്റുജ് വലാ യുഖ്റജ്, അബൂബക്കറെ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല. ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതുക്സിബുൽ മാദൂമ വതുഈനു അലാ നവായിബിൽ ഹഖി, നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടയാളാണ്, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം, മക്കയിലേക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്കുള്ള സംരക്ഷണം ഞാൻ തരാ എന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാം,
അബൂബക്കർ സിദ്ദീഖിന് സംരക്ഷണം കൊടുത്തു. പിന്നെ അതൊക്കെ ഒരു അവതാളത്തിലായി. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ഗതിയില്ലാതെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി വീട്ടിലേക്ക് ഒരു നട്ടുച്ച സമയത്ത്, ഞാൻ വളരെ ചുരുക്കി പറയുന്നതുകൊണ്ട് എനിക്ക് പ്രയാസമുണ്ട്, കാരണം ഇത് ഒരു പരമ്പരയുള്ള ഒരു കഥയാണ്. ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത വലിയ ഹദീസാണ്. നട്ടുച്ച നേരത്ത് റസൂലുള്ളാഹി വരികയാണ്, മുഖത്ത് മറച്ചുകൊണ്ട്, തലപ്പാവ് മുഖത്തേക്ക് ഇറക്കി കെട്ടിക്കൊണ്ട്. പ്രവാചകൻ ഉച്ചനേരത്ത് ആരും പുറത്തേക്ക് പോകില്ല, അതിന് മാത്രം കഠിന ചൂടാണ്. ആ സമയത്ത് ഒന്ന് ആയിഷ ബീവി പറയാണ്, വന്നിട്ട് വീട്ടിലേക്ക് കടക്കാൻ സമ്മതം ചോദിച്ചു. പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു, കട്ടിലിൽ ഇരുന്നു. എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ പുറത്താക്കാൻ പറഞ്ഞു. അഖ്രിജ് മൻ ഇൻദക്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ ഇന്നഹും അഹ്ലുക, അത് നിങ്ങളെ കുടുംബക്കാരാ നബിയെ. ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണ്, വീട് കൂടിയിട്ടില്ല, 6ാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഭാര്യയാണ്, പക്ഷേ ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ പുരക്കാരാണ് നബിയെ, പുറമക്കാരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ പ്രവാചകൻ സ്വകാര്യം പറഞ്ഞു, നമുക്ക് പുറപ്പെടാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട്, മദീനയിലേക്ക് പോകാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് വല്ലാണ്ട് കരഞ്ഞു, സന്തോഷം കൊണ്ട് കരഞ്ഞു. ആയിഷ പറയുന്നു, സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് എനിക്ക് അന്നാണ് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ചുരുക്കി പറയുന്നു, ആ 2 മൃഗങ്ങളെ നേരത്തെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഒട്ടകങ്ങളെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നേരത്തെ തന്നെ വാങ്ങിയിട്ട് 4 മാസം മുന്നേ തന്നെ വാങ്ങിയിട്ടുണ്ട്. പ്രവാചകനോടാണെങ്കിൽ അള്ളാഹു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. പ്രവാചകനോടുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം, നബിയെ പ്രാർത്ഥിക്കൂ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, എന്നെ നീ അന്തസ്സോടുകൂടി, പരമസത്യസന്ധതയോടുകൂടി എനിക്ക് നീ ഒരു രാജ്യത്തേക്ക് പ്രവേശനം തരണം. അദ്ഖിൽനി എന്നാ പറയുന്നത്, ഒരു രാജ്യത്തേക്ക് പ്രവേശനം തരണം. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, അഭിമാനത്തോടുകൂടി ഒരു രാജ്യത്ത് നീ നിന്നുകൊണ്ട് നീ എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണോ പറയേണ്ടത്? ഒരു നാട്ടിൽ നിന്ന് പുറത്ത് പോവല്ലേ, പോയിട്ടല്ലേ വേറെ നാട്ടിലേക്ക് കടക്കൽ. എന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ പോകുന്ന കാര്യമല്ല ആദ്യം പറയാൻ പറഞ്ഞത്, കടക്കുന്ന കാര്യമാണ്. അദ്ഖിൽനി മുദ്ഖല സിദ്ഖ്, കാരണം പോകലല്ല പ്രധാനം, കടക്കലാണ്. കടക്കാൻ വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയാണ് പോകൽ. ഹിജ്റ പോകലല്ല, ഹിജ്റ വരവാണ്. ഹിജ്റ പോകലല്ല, ഹിജ്റ വരവാണ്. എന്തിനു വേണ്ടിയാ പോയത്? അതിശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് പോവലിനെ പരാമർശിക്കുന്നതിൻ്റെ മുമ്പ് വരവിനെ പരാമർശിക്കൂ. ഖുർ റബ്ബി വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖ് വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. അത് കഴിഞ്ഞിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ, എനിക്ക് ഭരണമുള്ള, അധികാരമുള്ള മതം വേണം. അധികാരം എന്തിനാ, ഭരണം എന്തിനാ? അതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമല്ലേ, രാഷ്ട്രീയ ഇസ്ലാമല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന വിവരമുള്ളവരും വിവരമില്ലാത്തവരും നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ അധികാരമില്ലാത്ത ഇസ്ലാമിനെ 13 കൊല്ലക്കാലം പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടി. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ, എനിക്ക് അധികാരം വേണം, എനിക്ക് ഭരണം വേണം. ഭരണമുള്ള ഇസ്ലാമിന് മാത്രമേ ഈ രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭരണം ലഭിക്കാൻ കൂടിയാണ് മദീനയിലേക്ക് വരുന്നത്. അതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ചുരുക്കി പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്തുകൂടെ നട്ടുച്ച സമയത്ത്, രാത്രി സമയത്തൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ പറയും, ഈ രാത്രി സമയത്ത് കടന്നുറങ്ങി അലി ഇബ്നു അബീ താലിബിനെ വീട്ടിൽ കിടത്തിയുറക്കി, നേരം വെളുത്തി എഴുന്നേറ്റപ്പോൾ സൂറത്ത് യാസീൻ്റെ തലഭാഗം ഓതിയിട്ട് കണ്ണിലേക്ക് പൊടിവണ്ണ് വാരി എറിഞ്ഞു. ആ ചരിത്രങ്ങൾക്കൊന്നും സ്ഥിരീകരണം ഇല്ല. പകൽ നട്ടുച്ച നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, ആരും കാണൂല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് ബേക്കിലൂടെ പിന്നാമ്പുറത്തുകൂടെയാണ് ഇറങ്ങിയിട്ട് പോകുന്നത്. അങ്ങനെ സൗർ ഗുഹയിലേക്ക്, സൗർ ഗുഹ എന്ന് പറയുന്നത് മദീനയിലേക്കുള്ള വഴിയല്ല, ഓപ്പോസിറ്റ് വഴിയാണ്. ആ വഴിയിലേക്ക് പോകുന്നു. അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്, പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഗുഹയിലെത്തുന്നു. 3 ദിവസം ആ ഗുഹയിൽ താമസിക്കുന്നു. കാസർകോട്ടേക്ക് പോകേണ്ട മലപ്പുറത്തുകാരൻ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നു.
മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വരേണ്ടതിന് പകരം പെരിന്തൽമണ്ണക്ക് പോകുന്നു. എന്തിനാ? ആൾക്കാർ തിരഞ്ഞു വരുമ്പം പെരിന്തൽമണ്ണക്ക് ആരും പോകില്ലല്ലോ, കാരണം കാസർഗോഡ് പോകാൻ തന്നെ പെരിന്തൽമണ്ണ പോവുക. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഗാർ സൗറിൽ പോയിട്ട് 3 ദിവസം ഇരുന്നു. 3 ദിവസമാണ് ഒരാളെ പിന്നാലെ ആളുകൾ കൂടുക. 3 ദിവസം കഴിഞ്ഞാൽ അയാൾ പോയി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി. ഈ ഗുഹയുടെ ഉള്ളിൽ നിന്ന് അവിടെ ചെലന്തി വല കെട്ടിയിരുന്നു, പ്രാവ് മുട്ടയിട്ടിരുന്നു എന്ന ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. ആ ചരിത്രങ്ങൾക്കൊന്നും സ്ഥിരീകരണം ഇല്ല. ആ ഗുഹയുടെ ഉള്ളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് നോക്കിയപ്പോൾ ലൗ അന്ന അഹദഹും നളറ തഹത ഖദമി അഖദാമിഹി ലഅബ്സറനാ, ഒരാൾ ചുവട്ടിലേക്ക് നോക്കിയാൽ, കാലിന് ചുവട്ടിലൂടെ നോക്കിയാൽ നമ്മളെ കാണൂല നബിയെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു മാലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, അബൂബക്കറെ 2 ആളെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അല്ലാഹു 3-ാമനായിട്ട് അവർക്ക് തുണയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അല്ലാതെ പ്രാവ് മുട്ടയിട്ടതും ചെലന്തി വലയൊന്നും സ്വഹീഹായി വന്നിട്ട് ഇല്ല. നമ്മളത് പ്രസംഗിക്കാനും പറയാനും പാടില്ല. ഇവരല്ലാതെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർ പഠിച്ച് തിരുത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അങ്ങനെ മദീനയിൽ ചെന്നു. ചുരുക്കി പറയാണ്, മദീനയിലേക്ക് പോകുമ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് 100 ഒട്ടകങ്ങളുടെ ഓഫറുമായിട്ട് വരുന്നുണ്ട്. മുഹമ്മദിൻ്റെ തലയെടുത്ത് വരുന്നവർക്ക് 100 ഒട്ടകം ഓഫർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടി. തൊട്ടടുത്തെത്തിയപ്പോൾ പ്രവാചകൻ സുറാഖയ്ക്ക് എതിരിൽ പ്രാർത്ഥിച്ചു. സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നുപോയി. സുറാഖ പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി തരണം, ഞാൻ നിങ്ങളെ ആക്രമിക്കുകയില്ല. പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു. കാലുകൾ പുറത്തേക്ക് വന്നു. സുറാഖ അടുത്തേക്ക് വന്നു. സുറാഖ പറഞ്ഞു, ഞാൻ നിങ്ങളെ ആക്രമിക്കുകയില്ല. മുഹമ്മദ് നബി ഖുർആൻ പാരായണം ചെയ്യുന്ന സുറാഖ കേൾക്കുന്നുണ്ട്. അബൂബക്കർ 4 പാടും തിരിഞ്ഞു നോക്കുന്നു. മുഹമ്മദ് നബി എവിടേക്കും തിരിഞ്ഞു നോക്കുന്നില്ല. ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. സുറാഖ പറയുകയാണ്, സുറാഖ മുസ്ലിം അല്ല എന്ന്. അങ്ങനെ സുറാഖ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ യാത്രയുടെ, ഞാൻ നിങ്ങളെ ആക്രമിക്കൂല, നിങ്ങളുടെ യാത്രയുടെ ഇടയിൽ എനിക്ക് വഴിയിൽ പല ആളുകളുമുണ്ട്, പരിചയക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് പാല് വേണോ, അല്ലെങ്കിൽ ഭക്ഷണം വേണോ, സഹായങ്ങൾ വേണോ, നിങ്ങൾ വാങ്ങിക്കോളി, എൻ്റെ എഴുത്തുണ്ടായാൽ മതി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, ഒരു ഉപകാരം ചെയ്താൽ മതി. ഞങ്ങൾ ഈ വഴിയിലൂടെ യാത്ര പോകുന്നത് ആരോടും പറയരുത്. കണ്ടോ, കാര്യകാരണങ്ങൾ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെടണം, ആരോടും പറയരുത്, സീക്രട്ടാണ്. അങ്ങനെ പോയി മദീനയിലെത്തി. ചുരുക്കി പറയുന്നു, സുറാഖ മക്കയിലേക്ക് തിരിച്ചു വന്നു. സുറാഖയുടെ മനസ്സ് മുസ്ലിമായി മാറിയിട്ടുണ്ട്. മക്കയിലേക്ക് വന്ന് സുറാഖ പറഞ്ഞു, എന്ത് മുഹമ്മദ്, മുഹമ്മദിനെ കാണാനില്ല, ഞാൻ പുറേ പോയി നോക്കി, മുഹമ്മദ് ആ ഭാഗത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മക്കക്കാരും നിരാശരായി. അങ്ങനെ റസൂലുള്ള മദീനയിലേക്ക് എത്തുകയാണ്. ചുരുക്കി പറയുകയാണ്, മദീനയിലേക്ക് എല്ലാ ദിവസവും മദീനയിൽ സഹാബികളുണ്ട്. പ്രവാചകനെ കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. ഇവരൊക്കെ മുഹമ്മദ് നബി വരും 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 എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും മദീനയുടെ ബോർഡറിൽ വരും, രാവിലെ വരും. മുഹമ്മദ് നബി വരുന്നുണ്ടോ? അങ്ങനെ സൂര്യൻ ഉദിച്ച് ചൂട് കൂടുന്നത് വരെ അവർ കാത്തിരിക്കും. സൂര്യൻ ഉദിച്ച് ചൂട് കൂടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു പോരും. എല്ലാ ദിവസവും മുഹമ്മദ് നബി വരുന്നില്ല. ഒരു ദിവസം വന്ന് തിരിച്ചു പോന്നു. ആ ദിവസം ഒരു പുരയുടെ മുകളിൽ കയറിയിട്ട് ഒരു ചക്കൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു ജൂതൻ പയ്യൻ, ആ ജൂത പയ്യൻ ഇങ്ങനെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കിയപ്പോൾ അതാ 2 വെള്ള വസ്ത്രം ധരിച്ച ആളുകൾ വരുന്നു. ആ കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സൂര്യൻ ഉദിച്ചു ചൂടായി എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വന്ന് കാത്തിരിക്കും. ഇന്ന് നിങ്ങൾ തിരിച്ചു പോയില്ലേ? ഹാദാ ജദ്ദുക്കുമുല്ലദീ തന്തളിറൂൻ, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ മേൽവിലാസം വരുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളെ അഭിമാനത്തിൻ്റെ ഹേതു വരുന്നുണ്ട്. ഇതിങ്ങോട്ട് കേട്ടപ്പം പരിസരത്തുള്ള എല്ലാവരും ഇങ്ങോട്ട് വന്ന് വാളും പരിചയും ആയുധങ്ങളും എടുത്തു വന്നു. കാരണം എന്താണെന്നറിയോ? നേരത്തെ കൊടുത്ത കരാറുണ്ട്, കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ള കരാറുണ്ട്. നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് കരാർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി വരുമ്പോൾ തന്നെ ആയുധങ്ങളുമായി കൂടെ നിൽക്കണം. അവർ കൂടെ വരാൻ വേണ്ടി വന്നു. എല്ലാവരും വന്നു. അതിൽ പരിചയമില്ലാത്ത കുറേ ആളുകളുണ്ട്, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലാത്ത കുറേ ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ആദ്യം തന്നെ ഇറങ്ങിയിട്ട് പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ വന്നു. കുറച്ച് താടിയിലൊക്കെ നരച്ചിട്ടുണ്ട്, കണ്ട കുറച്ച് വാർദ്ധക്യമുണ്ട് തോന്നും. സമപ്രായക്കാരാണെങ്കിലും പ്രവാചകന് നിര വന്നിട്ടില്ല, ചെറുപ്പക്കാരനെ പോലെയാണ്. പ്രവാചകൻ അവിടെ ഇരുന്നു, ഒരു തണലിൽ ഇരുന്നു. അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കണ്ടാൽ ഒരു ജെന്റിൽമാൻ, തലേക്കെട്ടും താടി കുറച്ച് നരച്ചൊക്കെ കണ്ടാൽ അങ്ങനെ എല്ലാവരും വന്നിട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ അധികവും.
അവരെല്ലാവരും കൂടി വന്നിട്ട് അബൂബക്കറിന് കൈ കൊടുത്തു, സല്യൂട്ട് അടിച്ചു. ഇതന്നെയാണ് നബി എന്ന് അവർ വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചൂട് കൂടിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തൻ്റെ തോളിലുണ്ടായിരുന്ന ഒരു ഷാലെടുത്തിട്ട് പ്രവാചക തിരുമേനിയുടെ ശരീരത്തിൽ പുതപ്പിച്ചു, ചൂട് കൊള്ളാതിരിക്കാൻ. അപ്പോഴാണ് ആളുകൾ, അല്ല ഇതിപ്പോൾ ആരാ, നിങ്ങൾ കാര്യമായിട്ട് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരാൾ. അപ്പം പറഞ്ഞു, ഹാദാ യഹ്ദീനിയ സബീൽ, ഇത് എൻ്റെ ട്രാവൽ ഗൈഡ് ആണ്. ട്രാവൽ ഗൈഡ്, യാത്ര പോകുമ്പോൾ, ബോംബെക്ക് പോകുമ്പോൾ പരിചയമില്ലാത്ത ഒരാളാകുമ്പോൾ പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടൂലേ എന്ന നിലക്ക് മറുപടി പറഞ്ഞു. കാരണം ഈ ആൾക്കൂട്ടത്തിൽ ആരൊക്കെ ഉള്ളതെന്ന് പറയാൻ പറ്റൂല. മുഹമ്മദ് നബി ആക്രമിക്കാൻ വന്നവരുണ്ടോ, പറയാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു വാചകം പറഞ്ഞു, ഹാദാ യഹ്ദീനി സബീൽ, ഇത് എനിക്ക് വഴികാട്ടുന്ന ഗൈഡാണ്. എന്നാൽ വഴികാട്ടുന്ന ഗൈഡാണ്, എന്നെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന പ്രവാചകനാണ് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ദേശിച്ചത്. പക്ഷെ പ്രവാചകനാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് അവർ എഴുന്നേറ്റ് പോയി. മദീനയിലെ ബനു ഓർമ്മയിൽ വരുന്നില്ല, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അവിടെ തന്നെ ഒരു കഥ പറയുന്നുണ്ട്. ഒട്ടകം അങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും ഒട്ടകത്തിനോട് ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദഊഹ ഇന്നഹ മഅ്മൂറ, അതിനെ നിങ്ങൾ തടയരുത്, അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടക്കുന്നതാണ്. അങ്ങനെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു സംഭവം സ്വഹീഹ് അല്ല. എന്നാൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ് പ്രവാചകൻ താമസിച്ചിട്ടുള്ളത്. പ്രവാചകൻ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുള്ള ആളുകൾ മുഴുവനും പറഞ്ഞു, ജാ റസൂലുള്ളാഹ്, ജാ റസൂലുള്ളാഹ്, ജാ റസൂലുള്ളാഹ്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. മാ റഅയ്തു അഹ്ലൽ മദീനത്തി ഫരിഹു ബിശൈഇൻ മാ ഫരിഹു ബി ഖുദൂമി റസൂലില്ലാഹ്. റസൂലുള്ള വന്ന ആ ദിവസം മദീനക്കാർ സന്തോഷിച്ചതുപോലെ ഒരു ദിവസവും അവർ സന്തോഷിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ചിലർ പറയും, ത്വാല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ മാദ ആലിൽ വജബ ശുക്രു അലൈന മാദ ആലില്ലാഹിദ. മദീനക്കാർ പറഞ്ഞിട്ടില്ല, അങ്ങനെ സ്വഹീഹായി വന്നിട്ടില്ല. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ദുർബലമാണ്. മാത്രമല്ല സനിയാത്തുൽ വദാ എന്ന് പറയുന്ന പ്രദേശം, സനിയാത്തുൽ വദായിലൂടെ പ്രവാചകൻ വന്നു എന്നുള്ള കവിതയുടെ അർത്ഥം. സനിയാത്തുൽ വദാ മക്ക മദീന റൂട്ടിലുള്ള സ്ഥലം അല്ല, അത് സിറിയൻ വഴിയാണ്. മദീന സിറിയ വടക്കൻ വഴിയാണ്. അതിലൂടെ പ്രവാചകൻ വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ലോജിക്കലായിട്ടും ശരിയാവുകയില്ല. അപ്പം അതുകൊണ്ട് ആ സംഭവവും ശരിയല്ല. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു, അവർ സ്വീകരിച്ചു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസിച്ചു. ഒരുപാട് സംഭവങ്ങൾ വേറെയുമുണ്ട്. മദീന ജീവിക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമൊന്നുമായിരുന്നില്ല. ഇന്നും അങ്ങനെ ഒന്നും ആണ് എന്ന് പോയവർക്ക് പറയാനും സാധിക്കുകയില്ല. മദീനയിൽ വന്നപ്പോൾ രോഗികളായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് രോഗിയായി, വല്ലാതെ രോഗിയായി. അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലും. എന്താണ് ഉപ്പ വർത്താനം? അബൂബക്കർ സിദ്ദീഖ് പറയും, കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകീന അലിഹി. മോളെ രാവിലെ വന്നുകൊണ്ട് എന്നോട് വർത്താനം ചോദിച്ചാൽ ചിലപ്പോൾ സ്വബാഹൽ ഖൈർ എന്ന് പറഞ്ഞേക്കാം, പക്ഷെ വൈകുന്നേരം വന്നാൽ എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും കാണുക. അത്രയും ചെരുപ്പിൻ്റെ വാറിനോളം മരണം അടുത്തു നിൽക്കുന്നു മോളെ. ശക്തമായ പനിയാണ്. മദീനയിൽ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പനിച്ചു. ബിലാലുൽ മുഅദ്ദിൻ അബൂബക്കറിൻ്റെ അടിമയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅദ്ദിൻ, അബൂബക്കറിൻ്റെ കൂടെയുള്ള മുഅദ്ദിൻ ബിലാലിന് പനിച്ചു. ആയിഷ കയറി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കയറി വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഹിജാബ് നിർബന്ധമായിട്ടില്ല. അന്ന് ശരീരം മുഴുവൻ മറക്കൽ, തല പോലും മറക്കൽ നിർബന്ധമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ബിലാലിൻ്റെ അടുത്തേക്ക് ആയിഷ വരുന്നു. എന്താണ് വർത്തമാനം ചോദിച്ചുകൊണ്ട് ബിലാലും നീണ്ട കവിത പാടുന്നു. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇപ്പറയുന്ന ആയിഷ ബീവിക്കും പനിച്ചു, ശക്തമായിട്ട് പനിച്ചു. ആയിഷ ബീവി തന്നെ പറയുന്നു, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും രോഗബാധിതമായ ഭൂമി ഔബ. ഔബ എന്ന് പറഞ്ഞാൽ വബ. വബ എന്ന് പറഞ്ഞ പ്ലേഗ്, പകർച്ചവ്യാധി. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധി ഉണ്ടാകുന്ന സ്ഥലം, ശുദ്ധജലം ലഭിക്കാത്ത സ്ഥലം, ഡ്രൈനേജിലെ വെള്ളം പോലെ മലിനമായ വെള്ളം ഒഴുകുന്ന സ്ഥലം. ആ വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്കാണ്
പരിശുദ്ധ മക്കയിൽ നിന്ന് വന്നതിന് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, സുഖവാസ യാത്രയല്ല, ഉല്ലാസയാത്രയല്ല, ആനന്ദിക്കാൻ വേണ്ടി പോയതല്ല. അവരൊക്കെയും രോഗികളായി. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയുടെ കൊല്ലം, പിറ്റത്തെ കൊല്ലം, ഇത് ഹിജ്റയുടെ 7ാമത്തെ കൊല്ലം, ഹിജ്റ കഴിഞ്ഞ് 7ാമത്തെ കൊല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നു. ഉംറക്ക് വന്നിട്ട് സഹാബികൾ വന്നപ്പോൾ മക്കയിലെ ഖുറൈശി കാഫിരീങ്ങൾ പറഞ്ഞു, ഒക്കെ സോക്കടേരാണ്, മുഹമ്മദ് എല്ലാവരും ചാടിച്ചു കൊണ്ടുപോയി, മദീനത്തല്ലേ പോയത്, അവിടെ പ്ലേഗും വസൂരിയും പൊട്ടിയും മഞ്ഞപ്പിത്തവും മാറാത്ത കാലമില്ല, ഓനിപ്പോൾ ഉംറക്ക് വന്നിക്കണ്, ജീവനില്ലാത്ത മനുഷ്യന്മാർ. നോക്കിക്കോളി നിങ്ങൾ, അവർ മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ നിന്ന് പരിഹസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, നമുക്ക് സോക്കടുള്ളത് പോലെ അറിയിക്കരുത്, നമ്മൾ രോഗമുള്ളവരാണ്, അവരറിയിക്കരുത്. തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 റൗണ്ട് നിങ്ങൾ നല്ല ഊക്കിൽ ചവിട്ടണം. റംല് നടത്തം ഇന്നും നടക്കുന്നു. ആദ്യത്തെ 3 റൗണ്ട് ചാടി പോകുന്നത് എന്തിനാണെന്നറിയോ? മസ്ജിദുൽ ഹറാമിൽ നോക്കി നിന്ന് പരിഹസിക്കുന്ന കാഫിരീങ്ങൾക്ക് ഞങ്ങൾ രോഗികളല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടിക്കൽ മറുപടിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. ഹിജ്റ കഴിഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നിർത്തുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു, ഹിജ്റ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ആണ് അത് നശിപ്പിക്കാൻ അദ്ദേഹത്തിന് പാടില്ല. ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യം ഹിജ്റയാണ്. അതുകൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് മക്കയിലേക്ക് ഹജ്ജത്തുൽ വദാഇന്റെ കൊല്ലം ഹിജ്റ 9 ഹജ്ജിന് വന്നപ്പോൾ അദ്ദേഹം രോഗിയായി. മക്കയിൽ വെച്ചുകൊണ്ട് കഠിനമായ രോഗം കലശലായി. തൻ്റെ സമ്പത്ത് മുഴുവനും മക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യാൻ വരെ ആഗ്രഹിച്ചു. പ്രവാചകനോട് പറഞ്ഞു, നബിയേ, ഞാൻ ഇവിടുന്ന് മരിക്കല്ലോ നബിയെ. മക്ക എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരം കൂലി കൊടുക്കുന്ന പ്രദേശമാണ്. സഅദ് പറയാണ്, നബിയെ, ഞാൻ ഇവിടുന്ന് മരിച്ചോ, പേടിയാകുന്നുണ്ട്, ഇവിടുന്ന് മരിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു നബിയെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മരിക്കൂല, ആ പേടി വേണ്ട. അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിച്ചു. പിന്നെയും 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് മരണപ്പെടുന്നത്. അഥവാ മക്കയിൽ നിന്ന് മരിക്കൽ പുണ്യമുള്ള സംഗതിയാണ് അല്ലേ? മക്കയുടെ പുറത്ത് ജിദ്ദയിൽ വെച്ച് മരിച്ചാൽ ആ മയ്യത്ത് മക്കയിൽ മറവ് ചെയ്യൽ പോലും നല്ല കാര്യമാണ്, പുണ്യമാണ്. അത്രയും പുണ്യമുള്ള സംഗതിയാണ് മക്കയിൽ മരിക്കൽ. എന്നാൽ ഹിജ്റ പോയ ഒരാൾ, മദീനയിലേക്ക് ഹിജ്റ പോയ ഒരാൾ മക്കയിൽ വന്ന് 2ാമത് പുതിയ പാസ്പോർട്ട് എടുക്കാൻ പാടില്ല, മക്കയിൽ മരിക്കാൻ വേണ്ടി പോകാൻ പാടില്ല. നിങ്ങൾ കാരണം അമല് വെള്ളത്തിലായി പോകും. അതുപോലെ പല സഹാബികളും, ഒരു സഹാബി മക്കയിൽ വന്ന് മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിൽ വല്ലാത്ത വിഷമം പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് മക്കത്ത് പോയി മരിച്ചു, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഹിജ്റ പോയ ആളാണ്. പ്രവാചക തിരുമേനി തന്നെ സഹാബി അൻസാരികളോടൊക്കെ പറഞ്ഞു, ലൗലൽ ഹിജ്റതു ലകുൻതും റഅൻ മിനൽ അൻസാർ. അൻസാരികളെ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ആളാകുമായിരുന്നു. പക്ഷേ എന്തിനത് പറഞ്ഞെന്നറിയോ? അൻസാരികളിൽപ്പെട്ട ആളാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം അൻസാരിയല്ല, ഞാൻ മുഹാജിറാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുഹാജിറാന്ന് പറഞ്ഞാൽ ഞാൻ കാലാകാലങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം അവർക്ക് പേടിയായി, മദീന കീഴടക്കി, മക്ക കീഴടക്കി, സാമ്രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു. ഇനി മുഹമ്മദ് നബി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുമോ എന്ന് പേടിയായപ്പോൾ പ്രവാചകൻ സമാധാനപ്പെടുത്തുന്നത് എങ്ങനെയെന്നറിയോ? നേരെ തല തിരിച്ചിട്ടാണ് പറയുന്നത്, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് അൻസാരിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അൻസാരി അല്ലാത്തത് കൊണ്ട് എനിക്ക് ഇന്ന് മദീന വിട്ടുകൊണ്ട് മക്കയിൽ പോകാൻ പാടില്ല. യാത്ര ചെയ്യാൻ വേണ്ടി പോകാം, പക്ഷേ സ്ഥിരതാമസം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ് മദീനക്കാരായ സഹാബികൾ എവിടേക്ക് പോയാലും പ്രശ്നമില്ല, മക്കയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. കാരണം അവർ വന്ന സ്ഥലം മക്കയാണ്. അത്രയും വലിയ പുണ്യകർമ്മമാണ്. ആ കർമ്മം പാഴായി പോകരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് എന്നേക്കുമുള്ള ഒരു സ്വാലിഹായ അമലായി അവശേഷിക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശമാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന്